ഷലോം. ഞെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാവിലെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരൊന്നും ലൈവിൽ കാണില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കുറച്ച് നേരം ലൈവ് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നു ഹാഫ് ആൻ അവറെങ്കിലും ഞാൻ ദിവസവും വരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ മാക്സിമം പറ്റുന്ന തരത്തിൽ ഞാനൊരു ശ്രമം നടത്തുകയാണ്. ഒരു ഹാഫ് ആൻ അവർ ലൈവ് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. എനിവേ, എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ ആത്മാവ് വളരെ ഹാപ്പി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവകൃപയാൽ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വെളുപ്പിനെ ഒരു വാർത്ത കണ്ടു. ഇങ്ങനെ ഏലോഹിം ഒരു ഫെലോഷിപ്പ്, ഏലോഹിം എന്ന പേരിലുള്ള ആ പേരിൻ്റെ വാർത്തയെക്കുറിച്ച് അറിവുള്ളവർ ആ ഫുൾ നെയിം എനിക്കൊന്ന് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഏലോഹിം ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അവിടെ അവരുടെ ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന ഒരു സ്നേഹ കൂട്ടായ്മയ്ക്കകത്ത് അവർ അന്തേവാസികളെ പാർപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് പീഡനം നടന്നു എന്നുള്ള തരത്തിൽ അവിടെ പോലീസും അതും ഇതുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ദേശനിവാസികൾ ആ എലോഹിം ഫെലോഷിപ്പ് ചർച്ചുമായി ബന്ധപ്പെട്ട ബിനു വാഴമുട്ടം, ഏത് മുട്ടമാണെങ്കിലും ഏത് കൂട്ടനാണെങ്കിലും ഇവനെയൊക്കെ പണം സമ്പാദിക്കാൻ നടക്കുന്ന ഒരു തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് പെന്തക്കോസ്ത് സഭയെന്ന് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞ ഇവന്മാരെയൊക്കെ അടിച്ചു ഓടിക്കുകയാണ് വേണ്ടത്. അവർക്കെതിരെ ആ ദേശത്തുള്ള BJP-ക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. ഞങ്ങളെ ആരാധന സ്വാതന്ത്ര്യം നിങ്ങളെ മുടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാരങ്ങ് രംഗത്ത് വരികയാണ്. മാധ്യമ പ്രവർത്തനങ്ങളുടെ മുഴുവൻ BJP-യുടെ അജണ്ടയാണ്, സംഘപരിവാറിന്റെ അജണ്ടയാണ്. അപ്പം ഈ എലോഹീം എന്ന് പറയുന്നത് ആരാണ്? സത്യം പറഞ്ഞ ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയ സഹോദരങ്ങളെ. ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ഈ കള്ളക്കൂട്ടങ്ങള് പറയുകയാണ് ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യം തടുക്കും. നിങ്ങളുടെ ആരാധന, നിങ്ങൾ പോയി സഭയ്ക്കകത്ത് പോയിരുന്ന് എന്ത് തോന്നിയവാസവും കാണിച്ചിട്ട് നിങ്ങളൊരു 10 പേര് കൂടി ഇരുന്നിട്ട് അല്ലേലുയ അല്ലേലുയ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കഴിഞ്ഞാൽ കർത്താവ് അങ്ങ് ഇറങ്ങി വന്ന് നിങ്ങളെ അങ്ങ് സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കണക്കാണ് ഇവരൊക്കെ വന്ന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നിട്ട് ഇത് കൊടുക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ വന്നിരുന്നിട്ടാണ് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യത്തെ തടയുന്നു. നീയൊക്കെ ആരാധിച്ചിട്ട് ആരെ കേൾപ്പിക്കാൻ ഈ ആരാധന? ആരെ സന്തോഷിപ്പിക്കാൻ ഈ ആരാധന? നിങ്ങൾക്ക് കുറച്ച് പേർക്ക് സന്തോഷിക്കാനും നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഒരുമിച്ചിരുന്ന് തുള്ളാനുമുള്ള ഒരു സ്ഥലം, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ ആരാധനയൊന്നും ദൈവം കണ്ട് സന്തോഷിക്കുകയോ തൃപ്തിപ്പെടുകയോ ഒന്നും ചെയ്യത്തില്ലല്ലോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ജനങ്ങൾക്ക് ദൈവം എന്ന് പറയുന്നതിൽ ഭയമില്ലാതെ പോയി. അതാണ് സത്യം. സത്യത്തിൽ ദൈവമെന്ന് കേട്ടാൽ ജനങ്ങൾക്ക് ഒരു പേടിയുമില്ല. പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾക്ക്, പെന്തക്കോസ്തുകാർക്ക് ദൈവത്തെ വിറ്റ് കാശാക്കുന്നതിൽ ഒരു പേടിയും അവർക്കില്ല. അവർക്ക് ദൈവത്തെ ഒരു വരുമാന മാർഗമായി കൊണ്ടു നടക്കുന്നതിൽ പേടിയില്ല. എന്നിട്ടും ആ ദൈവത്തെ ഞങ്ങളെ ആരാധിക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ അജണ്ടയാക്കിയും മാറ്റുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാണാമണ്ടം കിട്ടിയ എടുത്തു വെച്ച് തല്ലി ഓടിക്കുക വേണ്ടിയത് ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെയൊക്കെ. സത്യം പറഞ്ഞ അത്രത്തോളം ദൈവത്തെ പരിഹാസ വിഷയമാക്കി, ദൈവത്തെ പേടിയില്ലാതെ എന്ത് തോന്നിവാസവും കാണിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നു ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിൽ കുറേ ആളുകൾ ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാര്. അവരെല്ലാ തോന്നിയവാസവും കാണിച്ചിട്ട് അതിനെതിരെ ആരെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും BJP-യുടെ അജണ്ട, സംഘപരിവാറിന്റെ അജണ്ട, ഞങ്ങളെ ആരാധന സ്വാതന്ത്ര്യത്തെ തടുക്കുന്നു, ഞങ്ങളെ ആരാധിക്കാൻ വിടുന്നില്ല, ഞങ്ങളെ ആരാധിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കൊള്ളും കുറേ എണ്ണങ്ങൾ. ഇവരൊക്കെ ആരാധിച്ചിട്ട് ആരെ തൃപ്തിപ്പെടുത്താനാ? ആരെ സന്തോഷിക്കാനാ ഇവരാരാധിക്കുന്നത്? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ആരാധിക്കുന്നത്?
ഇവർ കൂടിപ്പോയി എല്ലാവരും ഇപ്പം ഞായറാഴ്ച ഇവരുടെ ആരാധനയെ തടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അയ്യോ ദൈവമേ, ഭാരത് മാതാവേ, ഒരു വിശ്വാസി ബൈബിൾ കയ്യിൽ നെഞ്ചത്ത് പിടിച്ചിട്ട് അവൻ ചാനലിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു കൂവിയ, ഭാരത് മാതാവേ ഞങ്ങളെ സഹായിക്കണേ, ഭാരത് മാതാവേ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളുടെ ആരാധനയെ തടയുന്നേ, അയ്യോ അയ്യോ അയ്യോ. ഇതാ എന്തുവാ നാടകം ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയ സഹോദരങ്ങളെ. എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന അനീതികളും അക്രമങ്ങളും എന്നൊക്കെ പറയുന്നത് എത്ര വലുതാണെന്ന് നോക്കിയേ നമ്മുടെ നാട്ടില്. പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടരിറങ്ങിയിട്ട് ദൈവത്തെ വിറ്റ് കാശാക്കി വരുമാന മാർഗമാക്കി അവർ നല്ല സ്വത്തുണ്ടാക്കി നല്ല സൗകര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ആ ബിസിനസ് ഭയങ്കര എന്താ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു ബിസിനസ് അല്ലേ. അങ്ങോട്ടേക്ക് മുതൽ മുടക്കില്ല, പണം അങ്ങോട്ട് കൊടുക്കണ്ടല്ലോ, പൈസ ഇറക്കണ്ടല്ലോ. എന്ത് പറഞ്ഞ എന്തുവാ, സൈക്കിളിൽ യാത്ര ചെയ്യുന്നവനും ഓല ഷെഡിട്ട് കിടക്കുന്നവനും പോലും ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഇറക്കാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് പെന്തക്കോസ്തിൽ ഒരു ചർച്ച ഉണ്ടാക്കുക. പെന്തക്കോസ്ത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പുതിയ 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 എന്താ പറയുന്ന വിശ്വാസത്തിന്റെ പേര് ഏലോഹിം ഫെലോഷിപ്പ് ചർച്ച്. നശിച്ചു പോകത്തേ ഉള്ളടാ വൃത്തികെട്ടവന്മാരെ, നീയൊക്കെ നശിച്ചു പോകത്തേ ഉള്ളൂ. ഈ ഭൂമിയിൽ ചിലപ്പോൾ നിങ്ങൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുമായിരിക്കും. അത് മനുഷ്യനെ തട്ടിക്കുന്നത് കൊണ്ടും വെട്ടിക്കുന്നത് കൊണ്ടും ദൈവത്തെ വിറ്റ് കാശാക്കിക്കൊണ്ട് നിങ്ങൾ ആൾക്കാരെ പറ്റിച്ച് നിങ്ങളുടെ പോക്കറ്റും വീർപ്പിച്ച് വീർപ്പിക്കുന്നത് കൊണ്ടും മാത്രം നിങ്ങൾ സുഖ സൗകര്യത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് ഭൂമിയിൽ നടക്കുമായിരിക്കും. പക്ഷെ ഇതിനെല്ലാം ന്യായവിധിയുടെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതാ ഏതവനാണെങ്കിലും കർത്താവിന്റെ പേരിൽ നടത്തുന്ന ഈ കള്ളക്കച്ചവടങ്ങൾ. കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നടത്തുന്ന ഒരു കച്ചവടമാണിത്. ഒരു പണവും ഇറക്കണ്ടെന്നേ, ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, പേരുകൾ ഇറക്കിയാൽ മതി, പുതിയ പുതിയ പേര് കണ്ടുപിടിച്ചാൽ മതി. എന്തുവാ ഏലോഹിം ഫെലോഷിപ്പ് ചർച്ച്, ജീസസ് വേൾഡ് മിനിസ്ട്രി, പിന്നെ ജീസസ് കോളിങ് യു, പിന്നെ ജീസസ് സേവ്സ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ പേരുകൾ അങ്ങ് ഇറക്കിയാൽ ഒരു സഭയുണ്ടാക്കാം. ഒരു സഭയുണ്ടാക്കിയിട്ട് അവിടെ കിടക്കുന്ന വിശ്വാസിയും ഇവിടെ കിടക്കുന്ന വിശ്വാസിയും അവിടെ മുഷിഞ്ഞവനെയും ഇവിടെ മുഷിഞ്ഞവനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നിട്ട് ഒരു 10 പാട്ട് അങ്ങ് പാടിയാൽ മതി. എന്തുവാ നല്ല ഒരു 10 പാട്ട് നല്ലതുപോലെ അങ്ങ് നല്ല മ്യൂസിക് ടീമിനെ വെച്ചിട്ട് എന്തതിശയമേന്നും അല്ലെങ്കിൽ എന്തുവാ നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ എന്നൊക്കെ ട്രംസ് ഒക്കെ ഇട്ട് അടിച്ച് ഭയങ്കര തുള്ളിച്ചാടി ബഹളം വെച്ച് 4 പാട്ടും പാടിക്കഴിഞ്ഞാൽ പിന്നെ സഭയങ്ങ് കൊഴുക്കും. സഭയുടെ ഒരു മൂടങ്ങ് മാറും. അയ്യോ കടഭാരത്താൽ വലഞ്ഞിരിക്കുന്ന വിശ്വാസിക്ക് അവിടെ വന്നിരുമ്പോഴത്തേക്കും മൂഡ് മാറ്റം വരും. ഒന്ന് ഡാൻസ് ആടി, ഒന്ന് ഒച്ച വെച്ച്, ഒന്ന് ബഹളം വെച്ച് അവർ കൊണ്ടുവരുന്ന ഒരു അറ്റ്മോസ്ഫിയറിനകത്ത് അവർ അങ്ങ് ആയിരിക്കുമ്പോഴത്തേക്കും ദൈവം വന്നിരിക്കുന്നു, ഇത് ദൈവാത്മാവ് ഇറങ്ങിയിരിക്കുന്നു, സഹോദര സഹോദരി നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായി വന്നിരിക്കുന്നു, നിന്റെ കടഭാരത്തെ മാറ്റാൻ, നിന്റെ രോഗത്തെ മാറ്റാൻ, നിന്റെ പ്രശ്നത്തെ മാറ്റാൻ ഇതാ ദൈവാത്മാവ് നിന്നിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ സമയത്ത് ദൈവാത്മാവിനെ റിസീവ് ചെയ്തു കൊള്ളുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വന്നിരിക്കുന്നവൻ കടഭാരത്തിൽ വന്നിരിക്കുന്നവന് ഭയങ്കര ആശ്വാസം. അവന്റെ വിചാരം അയ്യോ ദൈവാത്മാവത ഇറങ്ങി വന്നിരുന്നിട്ട് അവനെ അങ്ങ് പിടിക്കുന്നത് പോലെ ഫീലാക്കുന്ന തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് പാസ്റ്റർ അവിടെ ഇരുന്നു കൊണ്ട് ഇതോ സഹോദരാ സഹോദരി നീ രോഗത്തിലാണോ, നീ ഭാരത്തിലാണോ, നീ കടഭാരത്തിലാണോ, നീ ദുഃഖത്തിലാണോ, മക്കളെ കെട്ടിക്കാൻ പറ്റില്ല എന്നുള്ള വേദനയിലാണോ നീ, ഇതോ ദൈവം നിന്നെ തൊടുന്നു, ദൈവം നിന്നെ വിടുവിക്കുന്നു, ദൈവം നിന്നെ ശക്തീകരിക്കുന്നു, ദൈവം നിന്നെ സൗഖ്യമാക്കുന്നു, ഇതോ നീ ദൈവത്തിന്റെ കൃപയെ അനുഭവിക്കുകയാണ്, നിന്നിൽ സന്തോഷം പകരുകയാണ് ദൈവം, നിന്റെ സമാധാനത്തെ ദൈവം കൊണ്ടുതരികയാണ് നിന്നിലേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിനകത്ത് 4 ചാട്ടവും കൂടി ചാടിക്കഴിയുമ്പോഴത്തേക്കും ഒരു ആശ്വാസം, ഒരു സമാധാനം ഫീലാകും. അപ്പോഴേക്കും വിചാരിച്ചോളും ദൈവം എന്നെ തൊട്ടിരിക്കുന്നു. ഈ സഭയ്ക്കകത്ത് ദൈവാത്മാവ് ഇങ്ങനെ ഏതു നേരവും ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന സഭയാണ് ഈ സഭ. ദൈവാത്മാവിനാൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവദാസനാണ് ഈ ദൈവദാസൻ.
അതുകൊണ്ട് എന്താ, നമ്മൾ ഈ സഭയിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും. കാരണം വേറൊരിടത്ത് പോയാലും ദൈവാത്മാവ് വരത്തില്ല. വീട്ടിൽ ഇരുന്നാൽ വരത്തില്ല, വേറെ ചർച്ചിൽ പോയാൽ വരത്തില്ല. എക്സാക്ട്ലി ഈ പാസ്റ്ററിന്റെ സഭയിൽ അങ്ങനെ ഒരു കൂട്ടം വിശ്വാസികൾ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടം വിശ്വാസികൾ വിശ്വസിച്ചിട്ട് ആ വിശ്വാസികൾ ആ സഭയ്ക്കകത്ത് പോകാൻ നിർബന്ധിക്കപ്പെടുന്നു. അവരവിടെ പോകുന്നു. പിന്നെ ആ സഭയിലെ ആ പാസ്റ്ററുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ് അവര്. അങ്ങനെ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും എന്തായി സംഭവിക്കുന്നത്, പിന്നീട് കുറേശ്ശെ ആ പേഴ്സണൽ റിലേഷൻഷിപ്പിനകത്തിരുന്നുകൊണ്ട് പിന്നെ അവിടെ നടക്കുന്ന എല്ലാം തോന്നിയവാസങ്ങളാണ്. അതിനാരും എന്ത് ചെയ്യരുത്, കുറ്റം പറയരുത്. അങ്ങനെയാണ് ഇപ്പോൾ കേരളക്കരയില് ഏലോഹീം ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്കകത്ത് ഉഡായിപ്പില് അവിടെ ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ച കേസില് പാസ്റ്ററിനെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ അതിനെ എന്താ പറയുന്നത്, ചോദ്യം ചെയ്യാൻ വന്നവരെ ഉടനെ പറയുന്നത് എന്താണ്, അതിനെ ചോദ്യം ചെയ്യാൻ വന്നവരെ പറയുന്നത് അവർ ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യത്തെ മുടക്കുന്നു, ഞങ്ങളെ ആരാധിക്കാൻ വിടുന്നില്ല. നീയൊക്കെ ആരാധിച്ചിട്ട് എന്ത് കിട്ടാനാ നീയൊക്കെ ആരാധിച്ചിട്ട്? ആർക്ക് ഇതുണ്ടാക്കാനാ? കുറെ പാവപ്പെട്ട വിശ്വാസികളെ വഞ്ചിക്കും, അത്രയേ ഉള്ളൂ. ഇതിന് കൂട്ടു നിൽക്കുന്നത് നല്ല പണമുള്ളവരും സമ്പത്തുള്ളവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും എന്നൊക്കെ പറയുന്നവന്മാരാണ് ഈ പാസ്റ്റർമാർക്ക് തുണ നിൽക്കുന്നത്. വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്ന, ഭയങ്കര വിവരമുണ്ടെന്ന് പറയുന്ന പാസ്റ്റർമാർക്ക് കൂടെ നിൽക്കുന്ന പീഡനം പെൺകുട്ടിയല്ല. അപ്പൊ പിന്നെ ആരാണ്? വയോധികനാണോ വയോധികയാണോ? ആരുമാണെങ്കിലും അപ്പം പാസ്റ്റർമാര് എന്ന് പറയുന്ന അവരുടെ സപ്പോർട്ടേഴ്സ് ആരായിട്ടാ നിൽക്കുന്നത്? കുറെ ഡോക്ടർമാര്, കുറെ എഞ്ചിനീയർമാര്, കുറെ. കാരണം വെച്ചാൽ അവർക്ക് സ്റ്റേജിൽ സൗകര്യം കിട്ടും. 10 പേരുടെ മുമ്പിൽ കുറച്ച് അച്ചായത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അവരെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള പാസ്റ്ററായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ, കുറെ ഗുണ്ടകളെല്ലാം കുറെ പുറകെ വെച്ചിട്ട്. പാസ്റ്റർ കയറി വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പാസ്റ്റർമാരുടെ പുറകെ പാസ്റ്റർ പെട്ടി എടുത്തുകൊണ്ട് വരാൻ കുറെ 4 പേരെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയ സഹോദരങ്ങളെ. 17 വയസ്സുള്ളൊരു ആൺകുട്ടിയാണോ? 17 വയസ്സുള്ളൊരു ആൺകുട്ടിയെയാണ് പീഡിപ്പിച്ചതെന്ന്. സോറി. അപ്പൊ കണ്ടോ, ആൺകുട്ടിക്ക് വരെ അവിടെ പീഡനമാണ്. ഇപ്പം എന്തുവാ, വെളിച്ചെണ്ണയുടെ പ്രയോഗം എല്ലായിടത്തും ഉണ്ടെന്നാണ് അറിവ്. പ്രത്യേകിച്ചും നമ്മുടെ എന്തുവാ BJP പ്രവർത്തകർ ആരാധന മുടക്കി എന്നാണ് ന്യൂസുകൾ പറയുന്നത്. ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എല്ലാ തോന്നിവാസവും ആരാധനയുടെ മറവിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെന്തോകളുടെ മറവിലും ഒക്കെ എല്ലാ തോന്നിവാസവും ചെയ്യാം. എന്നിട്ട് ആ തോന്നിവാസം ചെയ്താൽ, ചോദ്യം ചെയ്താൽ അത് എന്ത് ചെയ്യും? അത് BJP പ്രവർത്തകര് എന്തുവാ ആരാധന മുടക്കി BJPയുടെ എന്നൊക്കെ പറഞ്ഞ് BJPയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവർ ചെയ്ത തോന്നിവാസത്തെ എല്ലാം പതുക്കെ എന്തുവാ വൈറ്റ് വാഷ് അടിക്കാവുന്ന നോക്കുന്നത്. ഇതാണ് നടക്കുന്നത് പൊതുവെ. ജനം ചോദ്യം ചെയ്താലും അത് BJPക്കാരുടെ തലയിൽ വെച്ച് നമുക്ക് വൈറ്റ് വാഷ് അടിക്കാവല്ലോ. എന്നിട്ട് കുറെ പേര് കമന്റെടുത്ത് തള്ളി മറിക്കുന്നുണ്ട്. ഇതിന് ഒത്താശ നിൽക്കുന്നത് പെന്തക്കോസ്തുകാരാണ് കേട്ടോ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വിശ്വാസത്തിന്റെ പേരിൽ പുതിയ പുതിയ സംഘടനകൾ, പുതിയ പുതിയ ഡിനോമിനേഷനുകൾ എഴുന്നേക്കും. പുതിയ പുതിയ ഡിനോമിനേഷനുകൾ ഓരോ പാസ്റ്റർമാരുടെ പേരിലും. കാരണം മുതൽ മുടക്കില്ലാതെ പാസ്റ്റർമാർ എന്തുവാ പണക്കാരാക്കാൻ പറ്റുന്ന ബിസിനസ്സാണല്ലോ ഈ ബിസിനസ്. എന്നിട്ട് പുതിയ നിയമത്തിൽ എന്തുവാ വിശ്വാസവും പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിൽ ലേവി കുടുംബത്തിന് കൊടുക്കാൻ പറഞ്ഞ ലശാംശവും പഠിപ്പിച്ച് സ്തോത്രക്കാഴ്ചയും പഠിപ്പിച്ച് ജനങ്ങളെ മുഴുവനെയും കാശ് പിരിക്കുക. കർത്താവിന് പിന്നെ കാശില്ലെങ്കിൽ കർത്താവിന് ഇവർക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ആകെ കൂടി പഠിപ്പിക്കുന്ന എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയ സഹോദരങ്ങളെ. ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുകളും വളർന്നു പന്തരിക്കുമ്പോൾ പോലും ജനങ്ങൾക്ക് ഒരു പേടിയുമില്ല, ഒരു കൂസലും ഇല്ലാതെ ജനങ്ങൾ എന്താ പറയുന്ന ആ ഒരു എന്താ പറയുന്ന എന്തുവാ
ദൈവത്തെ വിളിക്കുന്നു എന്നുള്ള വ്യാജേനെ പോയി അവർക്കൊന്നും ഒരു കൂട്ടായ്മയില്ലെങ്കിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ചും ആരാധന എന്ന പേരിൽ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ അവിടെ പോയി കിടന്ന് ബഹളം വെച്ച് കൊട്ടിയും പാടിയും ബഹളം വെച്ചില്ലെങ്കിൽ ആർക്കും സമാധാനം വരത്തില്ല. ആ അവസ്ഥയിലായി. ആഭരണം ഇപ്പോൾ ഹലാലായി. അതെ, പെന്തക്കോസുകാരുടെ ഇടയിൽ ആഭരണം ഇപ്പോൾ ഹലാലായി. പണ്ടാണ് ഹറാമായിരുന്നത് പെന്തക്കോസുകാർക്ക്. ഇപ്പൊ AG ചർച്ചുകാർക്കും ആഭരണം ഹലാലായി, IPC-ക്കാർക്കും ആഭരണം ഹലാലായി, കുറച്ച് കഴിയുമ്പോൾ TPM-കാർക്കും ആഭരണം ഹലാലായിക്കോളും. കാരണം എന്തുവാ? ആഭരണം ഇട്ട് വിശ്വാസികളെ അകത്ത് കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസികൾ വരത്തില്ല. പുതിയ മുളച്ചു വരുന്ന ഈ പെന്തോകളുടെ പേരും പറഞ്ഞുകൊണ്ട് ന്യൂ ഡിനോമിനേഷനൊക്കെ വരും, ന്യൂ ചർച്ചുകളെല്ലാം വരും, പുതിയ സഭകൾ രൂപപ്പെടും. ഇപ്പം ബിനു വാഴമുട്ടത്തിന്റെ പോലത്തെ ജോൺ താരു, തങ്കു, ഇവരൊക്കെ ഇങ്ങനെ മുളച്ചു വന്നവരാണല്ലോ. ടിനു ജോർജ്, ഇവരൊക്കെ. അപ്പൊ ഈ മുളച്ചു വന്ന ആൾക്കാരുടെ പുറകെ എന്ത് ചെയ്യും? ഈ ആൾക്കാരെല്ലാം ഈ ഈ ആഭരണം ധരിച്ചവരെല്ലാം, ആഭരണം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ AG-ക്കകത്തും IPC-ക്കകത്തും ചർച്ച് ഓഫ് ഗോഡിനകത്തും ഒക്കെ ആളുകൾ വരുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഭയുടെ വളർച്ച പെക്ക് എന്ന് മുരടിക്കും. 10, 5 എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇപ്പോൾ ആഭരണം ഹലാലാക്കിയിട്ടുണ്ട്. ആഭരണം ഇട്ടും കൊണ്ടും വിശ്വാസികൾക്ക് വരാൻ പറ്റുന്ന തരത്തിലേക്ക് ആഭരണം ഹലാലായിട്ടുണ്ട്. ഇപ്പൊ സ്വർഗത്തിലേക്കൊന്നും ആഭരണം ഇല്ലാതെ ആഭരണം ഇട്ടൊക്കെ പോയി കഴിഞ്ഞാലും കർത്താവിന് പ്രശ്നമൊന്നുമില്ലെന്നും അവർ പഠിച്ചു. പണ്ടായിരുന്നു ആ കർത്താവിന് മലവും മൂത്രവും ഒക്കെ. പണ്ടായിരുന്നു കർത്താവിന് ആഭരണം എന്ന് പറയുന്നത് പെന്തക്കോസുകാരെ സംബന്ധിച്ച് മലവും മൂത്രവും ഒക്കെ. ഇപ്പൊ കർത്താവിന് ആഭരണം എന്ന് പറയുന്നത് മലവും മൂത്രമായിട്ടൊന്നും തോന്നാറില്ലെന്നാണ് പെന്തക്കോസുകാരുടെ വിചാരം. അതുകൊണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് ഇടാനുള്ള പെർമിഷനൊക്കെ ഇപ്പൊ കൊടുക്കുന്നുണ്ട് പെന്തക്കോസുകാർ. എനിവേ, നല്ല കാര്യം. നാട്ടുകാര്യം, നിന്റെ കയ്യിൽ നിന്നും വല്ലതും വാങ്ങിയോ? ആഹാ, നാട്ടുകാര്യം എന്നൊരു ഫേക്ക് ഐഡിയിൽ ഒരു പെന്തോയോ? കൊള്ളാമല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് കുറെ വാങ്ങിച്ചിട്ടുണ്ട്. മനസ്സിലായോ? നാട്ടുകാര്യം എന്നുള്ള ഫേക്ക് ഐഡിയിലും പെന്തോകൾ ഇറങ്ങിയിരിക്കുക. ആരെ വെള്ളം പൂശാനായിട്ട്? തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ സ്വന്തം ഐഡിയിലൊക്കെ വന്ന് കവരിടാനുള്ള അല്പമെങ്കിലും ഒരു ഇത് വേണോ വേണ്ടയോ? നീയൊക്കെ ശിഖണ്ഡിയാണെന്നുള്ളത് മനസ്സിലായി, തന്തയ്ക്ക് പറക്കാത്തവന്മാരാണെന്നും മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പെന്തോകൾക്ക് ഫേക്ക് ഐഡികൾ വരേണ്ട ഗതികേട് വരുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, കൊതമതന്റെ ആൾക്കാരും പെന്തോകളെല്ലാം കണക്കെല്ലാം 19 ഒരേ സാധനങ്ങളാ എല്ലാം. മനസ്സിലായോ? അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ആ അനീതി എന്ന് പറയുന്നത് ദൈവത്തെ ഭയമില്ലാതെ, ദൈവത്തെക്കുറിച്ച് യാതൊരു ബോധമോ ദൈവം എന്നാൽ എന്താണെന്നോ പോലും അറിയാതെ ഒരു കൂട്ടം ആളുകൾ എന്തിനോ വേണ്ടി ഓടുക. എന്തുകൊണ്ടാണ് ഈ ഫേക്ക് സഭകൾ തുടങ്ങുന്ന, പുതിയ സഭകൾ ഉണ്ടാകുന്ന, ആൾക്കാർ കൂട്ടമായിട്ട് അവിടെ പോകുന്നത്? കാരണം വലിയ വെണ്ടയ്ക്കാശ്രത്തിൽ എഴുതി വെക്കും അത്ഭുത രോഗസൗഖ്യം, അത്ഭുത രോഗസൗഖ്യവും അത്ഭുത രോഗശാന്തിയും വിടുതലും എന്നൊക്കെ പറഞ്ഞ് വലിയ ബോർഡുകളിൽ ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ ഈ അത്ഭുത രോഗസൗഖ്യവും അത്ഭുത രോഗശാന്തിയും വിടുതലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ കാണാൻ വേണ്ടി, കാരണം നമ്മുടെ ജനത്തിന് രോഗം കൂടിക്കൊണ്ടിരിക്കുവാണല്ലോ ആൾക്കാർക്ക്. ഇപ്പം എല്ലാവർക്കും രോഗമാണ്. കാരണം കഴിക്കുന്നത് മുഴുവനും ജങ്ക് ഫുഡുകളും പിന്നെ ഹോർമോണുകൾ കുത്തിവെച്ച പച്ചക്കറിയും അതും ഇതുമൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഫുഡുകളിനകത്തും ഹോർമോൺ കുത്തിവെച്ചും അതും മരുന്നുകളും അതും ഇതും എന്തൊക്കെയാണ് കീടനാശിനിയുടെ പേരിൽ കുത്തിവെക്കുന്നതെല്ലാം തന്നെ മനുഷ്യനെ കൊല്ലിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യരുടെ രോഗത്തിന്റെ അളവ് കൂടി. അപ്പൊ രോഗത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മനുഷ്യനെ സൗഖ്യമാക്കുന്ന കർത്താവിന്റെ വിളിയും കൂടി. ഓടി വരിക. കർത്താവിന് ഒരിടത്തിരുന്ന് വിളിച്ചാലൊന്നും പോരാ. ഇപ്പൊ കർത്താവ് എല്ലായിടത്തും സഭ തുടങ്ങി വിളിച്ചോ. നിങ്ങൾ അവിടെ എവിടെയൊക്കെ സഭ തുടങ്ങിക്കോ. മുക്കിലും മൂലയിലൊക്കെ തുടങ്ങണം. എന്നിട്ട് മുക്കിലും മൂലയിലൊക്കെ നാട്ടുകാര്യം ഈ ഫേക്ക് പ്രൊഫൈലിലൊക്കെ വന്നിരുന്നിട്ട് തെറി വിളിക്കാം എന്നുള്ള ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഞാൻ മറുപടി തരട്ടും കാര്യമില്ല. അപ്പൊ നിന്നെ പിടിച്ച് ബ്ലോക്ക് ചെയ്ത് ദൂരത്തെറിയുക എന്ന് മാത്രമേ ഇപ്പോൾ ഉള്ള ആകെ കൂടിയുള്ള ഒറ്റ ഇതുള്ളൂ. കാരണം നീ തന്തയ്ക്ക് പറക്കാത്തവനാ,
നിനക്ക് സ്വന്തം തന്ത എന്ന് പറഞ്ഞിട്ട് ഒരുത്തം പോലും ഇല്ലാത്തത് കൊണ്ടാണ് നിനക്ക് ഫേക്ക് ഐഡികളൊക്കെ വന്നത്. നീ നാട്ടുകാര്യം തിരക്കി അങ്ങോട്ട് തന്നെ പോയിക്കോ. ഇവിടെ വന്നിരുന്നിട്ട് കൂടുതൽ നാട്ടുകാര്യം തിരക്കാൻ നിൽക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല കേട്ടോ. അപ്പം ശരി, മോൻ പോയി ആ ഗാർബേജ് ബോക്സിൽ നിന്റെ ID വെക്കി ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് പിറക്കി മാന്തി എടുത്തോ. ഇനി വല്ല ലൈവ് വരണമെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ പുതിയ ID തുടങ്ങി വാ, ഇല്ലെങ്കിൽ നിന്റെ സ്വന്തം പ്രൊഫൈലിനകത്തോട്ട് കയറി വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കയറിക്കോ. ഓക്കെ, ശരി എന്നാ. അപ്പം മണിക്കുട്ടൻ ഇസ്രായേൽ, മോനെ ഇവരിൽ ആർക്കും ക്രൈസ്റ്റുമായി ബന്ധമില്ല ഇല്ലെന്ന് വാടക വീട് പുത്തൻപുട്ടയിൽ പറഞ്ഞത് ഈ കള്ള പാസ്റ്റർമാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ആ വൃത്തികെട്ടവന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എനിവേ, അപ്പോൾ ഈ ജനങ്ങളുടെ വിചാരം എന്ന് പറയുന്നത് ദൈവം അവിടെ ഇവിടെയൊക്കെ അങ്ങ് മുളയ്ക്കുക, സഭ അങ്ങ് തുടങ്ങാൻ പറയുക കർത്താവിന്. കാരണം കർത്താവിന് എല്ലാവരെയും അങ്ങ് വിളിച്ചു കൂട്ടി സൗഖ്യം കൊടുത്തില്ലെങ്കിൽ പറ്റാത്ത അവസ്ഥയിലിരിക്കും. അതുകൊണ്ട് കർത്താവ് പറയുവാണ് രോഗസൗഖ്യം, രോഗസൗഖ്യം, ദാ ഞാൻ തരുന്നു, ഞാൻ തരുന്നു. ഇവിടെ നിന്നുകൊണ്ടൊരു പാച്ചൽ ഇപ്പുറത്തിരുന്ന് പറയും രോഗസൗഖ്യം ഞാൻ തരാമെന്ന് പറയും. അപ്പുറം ചന്തയിലിട്ട് വിൽക്കുന്നത് പോലെയാ ഇപ്പൊ രോഗസൗഖ്യം വിൽപ്പന കച്ചവടമാക്കി വെച്ചിരിക്കുന്ന ദൈവം. മനസ്സിലായോ? മത്തിക്കച്ചവടം നടത്തത്തില്ലേ? ചന്തയ്ക്കകത്തിരുന്ന് കുറേ സ്ത്രീകള് വട്ടത്തിലിരുന്ന് പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ചാള 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 50 ചാള 50 കിലോയ്ക്ക് 50 ചാള 50 കിലോയ്ക്ക് 50 എന്ന് പറയുന്നത് പോലെ അപ്പുറത്ത് അയില 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 ചാള അയില ചൈല ചാള അയില, മുഴുത്ത ചാളയുണ്ട്, മുഴുത്ത അയിലുണ്ട്, മുഴുത്ത അയില, മുഴുത്തയാളെ, പച്ചമീന് ഇപ്പൊ പിടിച്ചിട്ട് വന്നത്, ഇപ്പൊ പിടിച്ചോണ്ട് വന്നത് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ കച്ചവടം നടത്തുന്നത് പോലെയാണ് അപ്പുറത്തും എല്ലാം ഇരുന്നു കൊണ്ട് ഇപ്പോൾ രോഗസൗഖ്യം രോഗസൗഖ്യം രോഗസൗഖ്യം, കർത്താവിൽ അത്ഭുത രോഗസൗഖ്യം വിടുതലും, അത്ഭുത രോഗസൗഖ്യം വിടുതലും, കർത്താവിൽ കടന്നു വരുവിൻ കടന്നു വരുവിൻ കടന്നു വരുവിൻ. ഇവിടെ രോഗസൗഖ്യം കൊടുക്കുന്നുണ്ട്, ഇവിടെ രോഗസൗഖ്യം കൊടുക്കുന്നുണ്ട്. രോഗസൗഖ്യം കൊടുക്കുന്ന സ്ഥലം ഇപ്പൊ മുട്ടി തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത് പെന്തക്കോസ്തുകാരെന്ന പേരില് പുതിയ പുതിയ സഭകൾ തുടങ്ങി പുതിയ 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 കൊച്ചു 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 കച്ചവടം പോലെ ഇങ്ങനെ പെരുകുകയാ ഇവിടെ. സത്യം പറഞ്ഞാൽ ഇതിനെതിരെ ശക്തമായി തന്നെ ഗവൺമെന്റ് ഒരു തീരുമാനത്തിലെത്തണം. ഇങ്ങനെ പോയാൽ ഇത് കൊണ്ടുവരാൻ പോകുന്ന അപകടം എന്ന് പറയുന്നത് ജനങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെ ഒരുത്തനങ്ങ് വിഴുങ്ങുകയാ ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ KP യോഹന്നാൻ വിഴുങ്ങിയത് നിങ്ങൾക്കറിയാം. ടിനു ജോർജ് വിഴുങ്ങി നിങ്ങൾക്കറിയാം. തങ്കു വിഴുങ്ങിയതും തോമസ് കുട്ടി വിഴുങ്ങിയതും നിങ്ങൾക്കറിയാം. അതുപോലെ ജോൺ താരു വിഴുങ്ങിയതും നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഓരോരുത്തരുമാരും അങ്ങ് ഒന്നുമില്ലാതെ വരും. പിന്നെ ഒരു പെട്ടെന്ന് അപ്പോൾ ഒരു ഒരു പെട്ടെന്ന് തന്നെ ഈ ഒന്നുമില്ലാതിരിക്കുന്നവന്മാര് ഒരു ഉയർച്ചയിലേക്ക് അങ്ങ് വരികയാ. പെട്ടെന്ന് തന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് ഇങ്ങനെ അങ്ങ് ഉയരുകയാ ചെയ്യുന്നത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ലോകം അത്രത്തോളം അധമത്തിലേക്ക് കടന്നു പോവുകയാണ്. ദൈവവചനം പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുന്നു. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ധാർഷ്ട്യക്കാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇന്ന് ലോകത്തിൽ എല്ലാവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ തന്നെയാണ്. അതിൽ ചിലരുണ്ട് അമ്മയപ്പന്മാരെ അനുസരിക്കണം എന്നുള്ള പേരിൽ ചില അമ്മയപ്പന്മാർ നിർബന്ധിക്കാറുണ്ട്. മക്കളെ കർത്താവിനെ വിളിക്കുമ്പോഴും അയ്യോ അങ്ങനെയൊന്നും വിളിക്കണ്ട, ഇങ്ങനെ കർത്താവിനെ വിളിച്ചാൽ മതി എന്ന് വിളിക്കുമ്പോൾ ആ അമ്മയപ്പന്മാരെ അനുസരിക്കണം വലിയ നിർബന്ധമൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? സ്വാഭാവികമായിട്ടും ഇന്ന് ലോകത്ത് അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത സമൂഹമാണ്. മക്കളെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിച്ചു വളരണം, അതാണ് മക്കളെന്ന് പറയുന്നത്. ആ അനുസരണക്കേടിനെ കുറിച്ചാണ് ദൈവവചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരെന്ന് പറഞ്ഞിട്ട്. പക്ഷേ
ദൈവവചന സത്യങ്ങളെ അറിയുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശബത്ത് ആചരിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നവരുണ്ട്, ഓ ശബത്തൊന്നും ആചരിക്കേണ്ട മോളെ, നീ പള്ളിയിൽ വാ, നീ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്ക്, അതൊക്കെ ചുമ്മാതെയാ എന്ന് പറയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. അവരെ ഒന്നും അനുസരിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ആ കാര്യത്തില്. അല്ലാതെ ബഹുമാനം കൊടുക്കേണ്ടതിനെ കൊടുക്കുക. മാതാപിതാക്കളെ ബഹുമാനിക്കുക തന്നെ വേണം. അതിനകത്തൊരു മാറ്റവും വരുത്തരുത്. പക്ഷെ നിന്റെ മാതാവാണോ വലുത്, ദൈവമാണോ വലുതെന്ന ചോദ്യത്തിന് മുമ്പിൽ ദൈവത്തിന് കൊടുക്കുക ബഹുമാനം. നിന്റെ പിതാവാണോ വലുത്, ദൈവം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ദൈവത്തിന് കൊടുക്കുക ബഹുമാനം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ കരുതുക, അവരുടെ ആപത്ത് ഘട്ടത്തിൽ അവരെ സഹായിക്കുക. അവരെ എത്രത്തോളം നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ അവരെ സഹായിക്കുക. അവരൊന്നും പെർഫെക്റ്റ് അല്ലല്ലോ ഈ ലോകത്ത്, മനുഷ്യരല്ലേ, അവരും മനുഷ്യരാണ്. ഒരിക്കലും ഒരു അമ്മയും അപ്പനും മക്കളെ കുറിച്ച് ദോഷം ചിന്തിക്കത്തില്ല, അത് സത്യമായ കാര്യമാണ്. പക്ഷേ ദൈവകാര്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അമ്മയ്ക്കും അപ്പനും അവരുടേതായ തീരുമാനങ്ങളുമായി നിന്നിട്ടേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവർക്ക് ഭയങ്കര ദൈവജ്ഞാനമെല്ലാം ഉണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തു ചെയ്യും? പലപ്പോഴും അത് നമുക്ക് അപകടമായി ഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ സൂക്ഷ്മതയോടുകൂടി ബുദ്ധിയുള്ളവരായി കൈകാര്യം ചെയ്യുക. അപ്പോൾ ദൈവവചനം പറയുന്നത് എന്താണ്? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുന്നു. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും ധാർഷ്ട്യക്കാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും അഹങ്കാരികളും ദൂഷകന്മാരും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും നന്ദികെട്ടവരും അശുദ്ധരും. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയന്മാരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിച്ചു കളയുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്നാ പറയുന്നത്, ഓടി രക്ഷപ്പെട്ടോണോ എന്നാ പറയുന്നത് അവിടെയുള്ളവരെ. മനസ്സിലായോ? അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഭക്തിയുടെ വേഷം ധരിച്ച്, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പം നമ്മുടെ ചുറ്റുപാടുകളിലും ഭക്തിയുടെ വേഷം കെട്ടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അതിന്റെ ശക്തിയെ അവരെന്ത് ചെയ്യും? ത്യജിച്ചു കളയുമെന്ന് പറയുന്നത്. ഭക്തിയുടെ എന്താണ് ഭക്തി എന്ന് പോലും പിന്നീട് അവർക്ക് എന്ത് ചെയ്യത്തില്ല, അറിയാത്ത അവസ്ഥയിലേക്ക് അവരെത്തും. എന്നിട്ട് പൗലോസ് പറയുകയാണ്, വീടുകളിൽ നുണന്നു കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. കണ്ടോ? വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും, പലവട്ടവും പറഞ്ഞു കൊടുത്താലും, എത്ര വട്ടം മനസ്സിലാക്കിയാലും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത ചില സ്ത്രീകൾ ഉണ്ടായിരിക്കും. അവരുടെ ലൈഫിൽ അവർക്ക് എത്ര തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ആ മനസ്സിലാകാതിരിക്കുന്ന ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകളിലേക്ക് പോയിട്ട് ഇതുപോലെ നുണ പറയുകയും ഒക്കെ ചെയ്ത് അവരെ സ്വാധീനപ്പെടുത്തി അവരെ ഇതാക്കി അങ്ങനെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. ഈ ഭക്തിയുടെ വേഷം കെട്ടലിൽ നടക്കുന്നവരാണ് ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുന്നത്, അവരെ നശിപ്പിക്കാൻ നോക്കുന്നത്. ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. എന്നിട്ട് പറയുകയാണ്, എന്നേസും എംബ്രേസും മോശയോട് എതിർത്തു നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട്
എന്നേസും എംബ്രേസും മോശയോട് എതിർത്തുന്നത് പോലെ തന്നെ ഇവരും സത്യത്തോട് മറുതലിക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. അവർ അധികം മുഴക്കയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. കണ്ടോ, അവർ അധികം മുഴക്കുകയില്ല. അതായത് വലിയ ഒച്ചയോ ആരവാരമോ ശബ്ദമോ ഒന്നും തന്നെ തോന്നിക്കത്തില്ല. വളരെ എന്താ പറഞ്ഞ ക്വയറ്റായിട്ട് കാമായിട്ടൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ. പക്ഷേ അവരിൽ ഉണ്ടാകുന്ന ദോഷം എത്ര വലുതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് നോക്ക്. ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാരെയും വിശ്വാസികളെയൊക്കെ നോക്കിയ വളരെ സൗമ്യരാ, വളരെ ശാന്തന്മാരാ, വളരെ എന്താ പറയുന്നത്, നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ ചിന്തിക്കും അവർ എത്രത്തോളം ഭവ്യതയിലാ സംസാരിക്കുന്നത്. അവർ എത്രത്തോളം ആർക്കും ദോഷം ചെയ്യാത്തവരല്ലേ, അവർക്ക് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരല്ലേ, അവർ വളരെ സൗമ്യന്മാരായിട്ട് ഇടപഴകുന്നവരല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരെ കേട്ടാൽ തന്നെ ആൾക്കാർ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അവരാർക്കും ഒരു ദോഷം ചെയ്യാത്തവരാണ്, അവരാരോടും ഒന്നിനും പോകാത്തവരാണ്, അവരാർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താത്തവരാണ് എന്ന് പറഞ്ഞ് അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. പക്ഷേ അവർ ചെയ്യുന്ന ചതിക്കുഴി നോക്കിയേ. എത്ര പേരെയാണ് അവർ അപകടത്തിലേക്ക് തള്ളിവിടുന്നത്, എത്ര പേരെയാണ് അവർ ദൈവവചനത്തിൽ നിന്നും അവർ മർദ്ദലിച്ച് അവർ കാട്ടിക്കൊടുക്കുന്ന വഴികളിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. ഭക്തിയുടെ വേഷം കെട്ടല്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് അന്ത്യകാലഘട്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. എനിക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ജലദോഷം ഇങ്ങനെ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഇങ്ങനെ തോരാതെ സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അസ്വസ്ഥത എനിക്കുണ്ട്. എന്നാലും ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ലൈവിൽ സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ബുദ്ധിയുള്ളവരാകുക, ഉണർന്ന് ജാഗരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മുടെ ചുറ്റുപാടുകളിലും ഭക്തിയുടെ വേഷം കെട്ടലിൽ ഇങ്ങനെ ദൈവത്തെ പേടിയില്ലാതെ, ദൈവവചനത്തെ പേടിയില്ലാതെ, ദൈവാത്മാവിനെ പേടിയില്ലാതെ, ഒരു കൂസലുമില്ലാതെ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ട്. അവർക്ക് കച്ചവടമാണ്, പണമെന്ന് വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമായിട്ടാണ് അവരെന്തിനെ കണ്ടുവച്ചിരിക്കുന്നത്? ദൈവരാജ്യത്തെക്കുറിച്ച് കണ്ടുവച്ചിരിക്കുന്നത്. അവർക്കൊരിക്കലും എന്താ പറയുന്ന ഒരു സംതൃപ്തി ഒന്നിനും തന്നെ ഉണ്ടാകത്തില്ല. അവരുടെ സംതൃപ്തി പലപ്പോഴും നിങ്ങൾ ഈ പാസ്റ്റർമാരെ തിരക്കിയും ഈ വിശ്വാസികളെ തിരക്കി ഈ കൂട്ടായ്മകളെ തിരക്കി ഓടുന്നവരെല്ലാം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും, അവരെല്ലാം പോകുന്നത് അവരുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാ. കടഭാരം വരുമ്പോഴോ, രോഗം വരുമ്പോഴോ, പ്രശ്നം വരുമ്പോഴോ, അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോഴോ അതിന് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താമെന്ന് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അയ്യോ, എൻ്റെ കടഭാരം മാറുന്നില്ലല്ലോ, എൻ്റെ രോഗം മാറുന്നില്ലല്ലോ, എൻ്റെ പ്രശ്നം മാറുന്നില്ലല്ലോ, എൻ്റെ മക്കളെ കെട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ മോൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് വീട് വെക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഒരു കാറ് മേടിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കുടുംബത്തിനൊരു അഭിവൃദ്ധി ഇല്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടൊരു സൊല്യൂഷൻ കൊടുക്കാൻ വിളിച്ചു കൂട്ടുകയാ. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായും വിടുതലുണ്ട്. രോഗത്തിൽ നിന്നും വിടുതല്, ഭാരത്തിൽ നിന്നും വിടുതല്, നിങ്ങൾക്ക് വിഷമത്തിൽ നിന്നും വിടുതല്, മക്കളെ കെട്ടിക്കാൻ പറ്റും, നിങ്ങളുടെ കടഭാരം മാറിക്കിട്ടും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനെ തിരക്കി ആളുകൾ ഓടുകയാണ്. അതിനെയാണ് അവർ കൂട്ടായ്മ എന്നുള്ള പേരിൽ അതിനെ ഒരു കച്ചവടമാക്കി, ഒരു ബിസിനസ്സാക്കി ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞു. അവസാന നാളുകളിൽ ജനങ്ങൾ ദൈവസന്നിധിയിൽ എത്തുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. യഥാർത്ഥവണ്ണം ദൈവത്തെ അറിയുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ജനത്തിന്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നരകത്തിലേക്കുള്ള വഴി വീതിയുള്ളതും വിശാലതയേറിയതുമാകുന്നു, അതിലേക്ക് കടക്കുന്നവർ അനേകരാകുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാകുന്നു, അതിലേക്ക് കടക്കുന്നവർ ചുരുക്കമത്രേ. ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക്, നിങ്ങൾക്ക് കുറെ പേർക്കറിയാം, ഈ കേൾക്കുന്നവരിൽ തന്നെ വലിയൊരു കുറച്ചാളുകൾ മാത്രമേ കർത്താവ് ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുള്ളൂ അതിനകത്തും. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോണം.
എന്നെ കേൾക്കുന്നവരിൽ എല്ലാവരെയും പിടിച്ച് കർത്താവ് നിത്യരാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ദൈവം ആക്കി വെച്ചിട്ടില്ല. അതിലും കുറച്ചു പേരെയെ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. കാരണം ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും നൈസായിട്ട് ഇപ്പോഴും സഭയ്ക്ക് പള്ളിയിൽ പോയി കുർബാന എടുക്കുന്നവരുണ്ട്. ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിലും നൈസായിട്ട് ഇപ്പോഴും പോയി ഓർത്തഡോക്സ് പള്ളിക്കകത്തും യാക്കോബറ്റ് പള്ളിക്കകത്തും മാർത്തോമ പള്ളിക്കകത്തും കൂട്ടായ്മയെ അവരുമായിട്ട് സഹകരിക്കുന്നവരുണ്ട്. ഇപ്പോഴും എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ സഭയോ വിട്ടോ അല്ലെങ്കിൽ പെന്തക്കോസിനെ വിട്ടോ അല്ലെങ്കിൽ പുരോഹിതനെ വിട്ടോ എന്നേക്കും ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നൈസായിട്ട് അറിയില്ല പറയുന്നത് സത്യമാണ്, അതുകൊണ്ട് അതും കേൾക്കാം. പക്ഷെ ഇതിനെയും മുറുകെ പിടിക്കാം നമുക്ക്. കാരണം നാളൊരു കാലത്ത് മോളെ കെട്ടിക്കേണ്ടി വന്നാലോ, അല്ലെങ്കിൽ നാളൊരു കാലത്ത് പപ്പയെ അടക്കേണ്ടി വന്നാലോ, നാളൊരു കാലത്ത് അമ്മയെ അടക്കേണ്ടി വന്നാലോ, നാളൊരു കാലത്ത് എന്നെ അടക്കണമെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് കഷ്ടം കഷ്ടം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എത്രത്തോളം പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, നിങ്ങൾ പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ പോരാടിയിട്ടില്ല. പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. എബ്രായർ ലേഖനം 12-ാം അധ്യായം 1 മിനിറ്റ്. നാലാമത്തെ വാക്യം, നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. എന്തിനോടെന്ന് ചോദിച്ചാൽ മൂന്ന് തൊട്ട് വായിക്കാം ഞാന്. നാലാമത്തെ വാക്യം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യം. പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം പോരാടിയിട്ടില്ല. അപ്പോൾ പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം പോരാടിയാൽ മാത്രമേ പാപത്തോട് എതിർത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്താണ് പാപം എന്നുള്ളതിനെ കുറിച്ചും മനസ്സിലാക്കണം. പലപ്പോഴും നിങ്ങൾക്ക് പാപം എന്താണെന്ന് അറിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലവിധമാണ്. ഒരു മനുഷ്യന് തെറ്റെന്തെന്നറിയത്തില്ല, ശരി എന്തെന്നറിയത്തില്ല, പാപം എന്തെന്നറിയത്തില്ല. ഈ ലോകത്തിൽ വിശ്വാസികൾ എന്നുള്ള പേരിൽ ഒരു സമൂഹത്തെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് പോലും പാപത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്. പാപം പാപം പാപം, നീ അത് ചെയ്താൽ പാപം, ഇത് ചെയ്താൽ പാപം, ഇങ്ങനെ ചെയ്താൽ പാപം, അങ്ങനെ ചെയ്താൽ പാപം, അതുകൊണ്ട് മകനെ പാപത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക, മകനെ പാപത്തിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുക, മകനെ അതുകൊണ്ട് നീ ഈ സഭയിൽ വന്ന് പ്രാർത്ഥിക്കുക മകനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂട്ടിയിട്ടാണ് ഇമാതിരി പാപത്തിന്റെ ഏറ്റവും ഉഗ്രപാപങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും നൈസായിട്ട് പാപമല്ല എന്നുള്ള തരത്തിൽ പാപത്തെ ചെയ്യിപ്പിക്കുന്നു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നിങ്ങൾ അന്ത്യകാലഘട്ടത്തിൽ ദൈവം വിളിച്ച് നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ, പ്രത്യേകിച്ചും നിങ്ങളെല്ലാം മറ്റ് സഭകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിൽ നിന്നോ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്കിപ്പൊ കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ദൈവം നിങ്ങൾക്കിപ്പോൾ ഒരുക്കി തന്നിരിക്കുന്നത്. കാരണം എന്താ? കാരണം സ്വർഗരാജ്യം ആർക്കു വേണ്ടിയിട്ടുള്ളതാണ്? യഹൂദന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഇന്ന് സഭകളിലേക്ക് ഓടി നടക്കുന്ന ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് എന്താണ്? സ്വർഗരാജ്യം നമുക്ക് വേണ്ടി ദൈവം ഇതാ തുറന്നു വെച്ചിരിക്കുന്നു, വിശ്വസിക്കുക, രക്ഷപ്പെടുക, നിത്യരാജ്യത്തിലേക്ക് യാത്രയ്ക്കായി ഒരുങ്ങുക എന്നൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ട് പെന്തക്കോസ്തുകാരും ക്രിസ്ത്യാനികളും ഒന്നടങ്കം ചിന്തിച്ചു വെച്ചിരിക്കുന്ന സ്വർഗരാജ്യം അവർക്ക് വേണ്ടി ദൈവം അങ്ങ് കൊടുത്തു വെച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. ആ വിശ്വാസത്തിനകത്ത് പോയി മുഴുകി നാശിച്ചു പണ്ടാരമടങ്ങി നരകത്തിന്റെ വാതിലേക്ക് വേഗത്തിൽ കടക്കാൻ അവർക്ക് വഴിയായി തീരുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്വർഗരാജ്യം ആകെ കൂടി യഹൂദന്മാർക്ക് ഉള്ളതാണ്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ യഹൂദന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് ദൈവം അവസരമാണ് തരുന്നത്. അത് ബുദ്ധിയുള്ളവർക്ക് കയറിപ്പോകാനുള്ളതാ. മനസ്സിലായോ?
അല്ലാതെ ഈ ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും കർത്താവ് വിളിച്ചങ്ങ് സ്വർഗരാജ്യത്തിൽ അങ്ങ് സ്ഥലം കൊടുത്ത് കർത്താവ് സ്വർഗരാജ്യത്തിൽ എല്ലാവരെയും പിടിച്ചിരുത്താമെന്ന് കർത്താവൊന്നും ആർക്കും പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടൊന്നുമില്ല. അത് തെറ്റാ നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ ഈ ലോകത്തിലുള്ളവർ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയിട്ട് കർത്താവ് പറയാണ്, മകനെ സ്വർഗരാജ്യം ഇതാ തുറന്നു വെച്ചിരിക്കുന്നു, എല്ലാവരും കടന്നു വരുവേൻ, എല്ലാവരും കടന്നു വരുവേൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അവിടെ കൊടുത്തു വെച്ചിരിക്കുന്ന സ്ഥലമല്ല സ്വർഗരാജ്യം. അത് യഹൂദന്മാർക്ക് മാത്രമായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പ്ലേസാ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പൊ പിന്നെ എന്തിനാണ് ഈ ലോകത്തിലുള്ളവരെല്ലാം ദൈവം സൃഷ്ടിച്ചത്? ലോകത്തിലുള്ളവരെല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഇനിയെങ്കിലും ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം സൃഷ്ടിച്ചത് ആദത്തെയും ഹവ്വയുമാണ്. ഈ ആദത്തെയും ഹവ്വയും സൃഷ്ടിച്ച സമയത്ത് ദൈവം അവർക്ക് പ്രത്യുൽപാദന ശക്തി കൊടുത്തിരുന്നു. അവർക്ക് പ്രത്യുൽപാദന ശക്തി കൊടുത്തിട്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകുവിനെന്ന് കർത്താവ് പറഞ്ഞു. എപ്പോഴാ പറഞ്ഞത് അവരോട്? അവർ പാപം ചെയ്യുന്നതിന് മുൻപേ, അവർ ദൈവത്തോട് മത്സരിക്കുന്നതിന് മുൻപേ പറഞ്ഞു. അപ്പോൾ ഏലോഹിമകളെ പോലെ ദൈവം അവരെ സൃഷ്ടിച്ചു. ആരെ പോലെ സൃഷ്ടിച്ചു? ഏലോഹിമുകളെ പോലെ സൃഷ്ടിച്ചു. ഒരു ദൂതഗണത്തെയാണ് ദൈവം സൃഷ്ടിച്ചത്. പുതിയൊരു ദൂതഗണത്തിന് ദൈവം രൂപം കൊടുക്കുകയാ ചെയ്തത്. വളരെ ശ്രദ്ധയോടുകൂടി എന്റെ പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്ക്. ദൈവം ഒരു ദൂതഗണങ്ങൾക്ക് രൂപം കൊടുക്കുകയാ ചെയ്തത്. ഒരു പുതിയ ദൂതനെ രൂപം കൊണ്ടുവരികയാ ചെയ്തത്. ഏലോഹിമ പോലെ ദൈവം ഒരു പുതിയ ദൂതന് രൂപം കൊടുക്കുകയാണ്, സൃഷ്ടി കൊടുക്കുകയാണ് ചെയ്തത്. ആ രൂപം കൊടുത്തിട്ട് അവനിൽ ജീവശ്വാസം ഊതി ദൈവത്തിന്റെ സ്വന്തമാക്കി മാറ്റി. അങ്ങനെ അവനെ അനുഗ്രഹിക്കുക ചെയ്തത്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകുവിൻ. അപ്പോൾ ഒരു ദൂത സൈന്യമായി മാറാൻ ദൈവം അവരോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു ചെയ്തത്. ആ ഏദൻ തോട്ടത്തിനകത്ത് അവർ സന്താനപുഷ്ടിയുള്ളവരായി ആദത്തെയും ഹവ്വയെയും പോലെ ഒരു ദൂതഗണങ്ങളെ ജന്മം കൊടുക്കാനാണ് ദൈവം അവർക്ക് അവസരം കൊടുത്തത്, അവർക്ക് പ്രത്യുൽപാദന ശക്തി കൊടുത്തിട്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? അവിടെ ദൈവത്തിന്റെ വാക്കിനെ അനുസരണക്കേട് കാണിച്ചിട്ട് അവർ, കർത്താവ് ഏദൻ തോട്ടത്തിനകത്ത് പ്രത്യേക ജോലി ആർക്ക് കൊടുത്തിരുന്നു? ആദത്തിന് കൊടുത്തിരുന്നു. ഈ തോട്ടത്തിനകത്ത് കാവല് കാക്കാൻ അവരെ ആക്കി വെച്ചു. ഒരു രാജ്യം കാവല് കാക്കേണ്ട കാവൽക്കാരൻ ആ രാജ്യത്തെ കാവല് കാത്തില്ല എന്നുണ്ടെങ്കിൽ അന്യശക്തികൾ ആ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറും. അത് ആ രാജ്യത്തിന് എത്ര അപകടകരമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ കാവല് കാക്കാൻ ഒന്ന് മറന്നപ്പോൾ, ഒന്ന് അവന് കഴിയാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ തോട്ടത്തിലേക്ക് കടക്കാൻ പാടില്ലാത്ത ക്ഷുദ്രജീവിയായി ആര് കടന്നു? സർപ്പം കടന്നു. അവനിലൂടെ സാത്താൻ ഉള്ളിലേക്ക് കടന്ന് അവരെ വഞ്ചിച്ചു, ഡിസീവ് ചെയ്യുകയാ ചെയ്തത്, വഞ്ചിക്കുകയാ ചെയ്തത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നത്, ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് കർത്താവായ യഹോശുവ മശികയിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സമയത്ത്, നമ്മൾ നനയ്ക്കാത്ത നാഴികയിൽ പിശാച് വളരെ തന്ത്രപരമായിട്ട് അവൻ ഉപായത്താൽ കടന്നു വരുന്നു എന്ന സ്വഭാവമാണ് പിശാചിനുള്ളത്. അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് പിശാച് വളരെ ഉപായത്താൽ കടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ, അപ്പോൾ എന്താ പറയുന്ന ഒരു ചതിയിലൂടെ, നിങ്ങൾക്കത് അറിയത്തില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജാഗരിക്കുക. വൃദ്ധന്മാര് പോലും തെറ്റിപ്പോകുന്ന കാലഘട്ടമാണെന്ന് കർത്താവ് വളരെ ശക്തമായി തന്നെ താക്കീത് തരികയാ നിങ്ങൾക്ക്. മനസ്സിലായോ? വളരെ ശക്തമായി തന്നെ കർത്താവ് നിങ്ങൾക്ക് തരുന്ന താക്കീതാണ്. വൃദ്ധന്മാര് പോലും തെറ്റിപ്പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് വൃദ്ധന്മാര് പോലും തെറ്റിപ്പോകുന്നത്? നമ്മളെ ഉപായത്താൽ ചതിക്കാനുള്ള ചതി എന്താണെന്ന് ഉള്ള തിരിച്ചറിവ് നമുക്കില്ലാതെ പോകുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടും. അങ്ങനെയാണ് പിശാച് കടന്നുകൂടുന്നത്.
അപ്പോൾ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് നമ്മുടെ മനസ്സിനെയാണ് പിശാച് പിടിക്കുന്നത്. കണ്ടോ, അവൻ എവിടെയാണ് ഉപായത്താൽ നിങ്ങളെ ചതിക്കുന്നത് എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി തന്നെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം മുതൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആ മനസ്സ് ചഞ്ചലപ്പെട്ടിരിക്കുമ്പോൾ, ബലഹീനമായിരിക്കുമ്പോൾ, ആ മനസ്സിനകത്ത് നമ്മൾ പലതും കേട്ട് കുത്തിക്കേറ്റി ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ അതിലൂടെ പിശാച് പതുക്കെ എന്ത് ചെയ്യും? നുഴഞ്ഞു കയറി വരും. അവൻ ഉപായത്താൽ ചതിക്കാൻ നോക്കും. അങ്ങനെ ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും ആയിരിക്കുന്ന സമയത്ത് തോട്ടം കാവല് കാക്കേണ്ടവൻ, ആ തോട്ടത്തെ സംരക്ഷിക്കേണ്ടവൻ, ആ തോട്ടത്തെ കാവല് കാക്കാൻ പറ്റാതെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? വളരെ തന്ത്രപരമായിട്ട് പിശാച് അവിടേക്ക് നുഴഞ്ഞു കയറുകയും ഹവ്വയെ ചതിക്കുകയും ആ ചതിയിലൂടെ ആ തോട്ടത്തിൽ നിന്നും ദൈവം ആദത്തെയും ഹവ്വയും പുറത്താക്കി. ഹവ്വയും ആദത്തെയും പുറത്താക്കിയത് എന്തുകൊണ്ടാ? അവരെല്ലാ ദിവസവും ജീവവൃക്ഷത്തിൽ നിന്നും ഫലം ഭക്ഷിച്ച് ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ അവർ ജീവനോടെ, ആത്മാവിൽ ജീവനുള്ളവരായി, പുതുക്കമുള്ളവരായി, സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ ജീവവൃക്ഷത്തിൽ നിന്നും എല്ലാ ദിവസവും പഴം ഭക്ഷിച്ച് ആത്മാവിൽ പുതുക്കമുള്ളവരായി സന്തോഷത്തോടുകൂടി എല്ലാ ദിവസവും അവർ ജീവിച്ചുകൊണ്ടിരിക്കുക. ജീവവൃക്ഷത്തിൽ നിന്ന് എല്ലാ ദിവസവും ഒരു പഴം ഭക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണോ കർത്താവ് കഴിക്കരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷഫലത്തിൽ നിന്നും അവർ ഭക്ഷിച്ചുവോ, അപ്പോൾ തന്നെ അവരാരുടെ അനുസരണത്തിന് കീഴിലായി? അവർ സാത്താന്റെ അനുസരണത്തിന് കീഴിലായി. അവൻ പറഞ്ഞു കൊടുത്തത് അനുസരിപ്പാൻ തക്കവണ്ണമുള്ള ആ അനുസരണത്തിന്റെ കീഴിലായി അവര്. അപ്പോൾ ദൈവവചനം പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കുന്നത് എന്തുവാ? യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ തേജസ്സിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞു. ആരെ ശ്രദ്ധിക്കുന്നതും ആരെ അനുസരിക്കുന്നതുമാ? കർത്താവിനെ ശ്രദ്ധിക്കുന്നതും കർത്താവിനെ അനുസരിക്കുന്നതുമാ. അനുസരിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നുള്ള പേരിൽ വ്യാജേനെ നിങ്ങൾ എല്ലാവരെയും അനുസരിക്കാൻ നിൽക്കരുത് പ്രിയ സഹോദരങ്ങളെ. എല്ലാവരെയും ശ്രദ്ധിക്കാൻ നിൽക്കരുത്. ദൈവാത്മാവിൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. വളരെ ജാഗരിക്കുക, വളരെ ബുദ്ധിയുള്ളവരായിരിക്കുക, വളരെ തന്ത്രത്തോടുകൂടി നിൽക്കുക. നിങ്ങൾ സാത്താനെ എതിർത്ത് നിൽക്കുവാൻ അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. ദൈവവചനം പറയുന്നത് പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ സാത്താനെ എതിർത്ത് നിൽക്കണമെങ്കിൽ അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ വളരെ 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 വ്യക്തതയോടുകൂടി അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഏദൻ തോട്ടത്തിൽ നിന്നും ദൈവം എന്ത് ചെയ്തു? എന്തിനാ അവരെ പുറത്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെപ്പോഴാണോ ഏദൻ തോട്ടത്തിൽ നിന്നും പിശാച് പറഞ്ഞു കൊടുത്തു, പിശാചിന്റെ വാക്കിന്റെ അനുസരണത്താൽ, അവിടെ ദൈവം അനുസരിക്കാൻ പറഞ്ഞതിനെ അനുസരിക്കാതെ വേറൊരുവൻ പറഞ്ഞതിനെ അനുസരിച്ചപ്പോൾ അവർ ഇപ്പോൾ പിശാചിന്റെ അനുസരണത്തിന്റെ പിടിയിലായി. അപ്പോൾ ഈ പിശാചിന്റെ അനുസരണത്തിന് പിടിയിലായി അവർ അതിനെ ഭക്ഷിച്ചപ്പോൾ അവർക്ക് നന്മതിന്മയെ കുറിച്ചുള്ള അറിവ് അവിടെ കിട്ടി. ഈ നന്മതിന്മയെ കുറിച്ച് അറിവ് കിട്ടിയ അവർ ജീവവൃക്ഷത്തിൽ നിന്നും പഴം ഭക്ഷിച്ചാൽ എന്നേക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജീവവൃക്ഷത്തിൽ നിന്നും എല്ലാ ദിവസവും ദൈവം അവരെ ഭക്ഷിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് കിട്ടിയ അവർ, പിശാചിന്റെ അനുസരണത്തിന്റെ പിടിയിലായ അവർ, ഇനി ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്നും ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു കാലത്തും അവർക്ക് രക്ഷയില്ലാത്തവണ്ണം അവർ പിശാചിന്റെ അനുസരണത്തിന്റെ അടിമത്വത്തിന്റെ കീഴിൽ ആയിപ്പോകും അതിൽ നിന്നും ഭക്ഷിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അതിനെ കഴിക്കാൻ വിടാതെ ദൈവം ഏദൻ തോട്ടത്തിന് കെരൂബുകളെ കാവൽ വെച്ചിട്ട് ഇവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുന്നത്. അല്ലാതെ ദൈവത്തിന് അവർക്ക് ജീവന്റെ വൃക്ഷഫലം കൊടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ പിശാചിന്റെ അനുസരണത്തിന്റെ കീഴിലായിപ്പോയ അവർ, നന്മതിന്മയെക്കുറിച്ച് അറിയത്തക്കവണ്ണമുള്ള ആ ഒരു ലെവലിലായ അവരിലൂടെ പിശാച് എന്നേക്കും രാജാവായി വാഴ്ച നടത്താൻ, അവരുടെ തന്നെ രാജാവായി ആ ഏദൻ തോട്ടത്തെയും അടക്കി വാഴാൻ, ആ സർവ്വഭൂമിയെയും അടക്കി വാഴാൻ അവന് കഴിയും, ഇവരെന്നേക്കും ജീവിച്ചു കഴിഞ്ഞാൽ. അത് സംഭവിക്കാതിരിക്കാനാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയത്.
അപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്നും അവരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ പെറ്റുപെരുകുകയാണ് ചെയ്തത്. പിന്നീട് അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നീട് സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകിയപ്പോൾ പിന്നീട് അവർ ലോകം മുഴുവനും അവര് മക്കളെ പ്രസവിച്ച് അവർ വ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങളെല്ലാം ആരുടെ പിടിയിൽ കീഴില്ല? സാത്താന്റെ പിടിയിൽ കീഴില്ല. സാത്താന്റെ അനുസരണത്തിന്റെ വലയത്തിൽ അവർ പോയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ദൈവം സൃഷ്ടിച്ചത് എല്ലാവരെയും എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ദൈവം സൃഷ്ടിച്ചത് ആദത്തെയും ഹവ്വയും. നിങ്ങളുടെ തെറ്റായ ധാരണയാണ് ദൈവം ലോകത്തിലുള്ളവരെല്ലാവരെയും സൃഷ്ടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട്. ഈ ലോകത്തിലുള്ളവരെല്ലാരെയും സൃഷ്ടിച്ചത് ആദവും ഹവ്വയും പ്രസവിച്ച് പെറ്റുപെരുകുകയാണ് ചെയ്ത്. എപ്പോഴാ പ്രസവിച്ച് പെറ്റുപെരുകിയത്? അവർ ദൈവത്തിന്റെ കീഴിൽ അനുസരണത്തിന് കീഴിലായിരുന്നപ്പോൾ അവർ പ്രസവിച്ച് പെറ്റുപെരുകിയിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ദൈവാനുസരണത്തിന്റെ കീഴിലുള്ള കുഞ്ഞുങ്ങളായി മാറിയേനെ. പക്ഷേ അവർ സാത്താന്റെ അനുസരണത്തിന്റെ കീഴിലായിരുന്ന സമയത്താണ് അവർ പ്രസവിച്ച് പെറ്റുപെരുകുന്നത്. ആ സമയത്ത് അവർ ഹാബേൽ എന്ന് പറയുന്ന നീതിമാനെ പ്രസവിച്ചു. ഈ ഹാബേലിന്റെ പകരമാണ് ഷേത്തിനെ പ്രസവിക്കുന്നത്. അപ്പോൾ പിന്നീട് ദൈവത്തിന് ചില കുഞ്ഞുങ്ങളോട് കരുണയുണ്ടായിരുന്നു, ദയവുണ്ടായിരുന്നു. അവരെ ദൈവം പ്രൊട്ടക്ട് ചെയ്യാൻ ഒത്തിരി ശ്രമങ്ങൾ നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് അവസാനമായി അബ്രഹാം നിലകൊള്ളുന്നത്. ആ സന്തതി പരമ്പരയുടെ, ഹാബേലിന്റെ സന്തതി പരമ്പരയുടെ അവസാനമായിട്ട് അബ്രഹാം നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിലൂടെ ഒരു സന്തതിയെ ദൈവം തനിക്കായി വേർതിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. എന്തിനാ? പിശാചിനോട് യുദ്ധം ചെയ്ത് ഈ പാപത്തിന്റെ അടിമത്വത്തിന് കീഴിൽ കിടക്കുന്ന, ഈ അനുസരണക്കേടിന്റെ അടിമത്വത്തിൽ കിടക്കുന്ന ഈ ജനത്തെ വിടുവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദൈവം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സന്തതിയെ ദൈവം രൂപപ്പെടുത്തി ആ ജനത്തിന് എല്ലാം കൊടുത്തു. നിത്യരാജ്യത്തെ വരെ അവർക്ക് ഓൾറെഡി കൊടുത്തു. കാരണം ഇപ്പൊ എനിക്ക് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ടീമായിട്ടൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കിന് ഇത്ര കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ആ ചെയ്യുന്ന കാര്യത്തിന് റീനയെ ഞങ്ങൾ എന്ത് ചെയ്യാണ്? അപ്പോയിൻമെന്റ് ചെയ്യുകയാണ്. അതിന് പ്രതിഫലം റീനയ്ക്ക് ഇത്രയാണ് എന്ന് പറഞ്ഞ് എന്നോട് ഓൾറെഡി പ്രതിഫലം ഫിക്സ് ചെയ്തിട്ടായിരിക്കുമല്ലോ പ്രിയ സഹോദരങ്ങളെ എന്നെ ഒരു ജോലിക്കായിട്ട് എടുക്കണമെങ്കിൽ. അല്ലാതെ ചുമ്മാ വന്നിട്ട് എന്നെ പിടിച്ച് നീ ജോലി നോക്കട്ടെ, നിന്റെ പെർഫോം അനുസരിച്ച് നിനക്ക് വേണമെങ്കിൽ കാശ് തരാം എന്ന് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ഒരു ഓപ്പറേഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിന് പ്രത്യേക പ്രതിഫലം കൊടുത്തിട്ടാണ് വിളിക്കുന്നത് ഓൾറെഡി. ഇതുപോലെ കർത്താവ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത്തെ തനിക്കായിട്ട് ദൈവം രൂപപ്പെടുത്തുകയാണ്, തനിക്കായിട്ട് ദൈവം ഉണ്ടാക്കുകയാണ്. ആ ജനത്തെ ദൈവം തനിക്കായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഓൾറെഡി പ്രതിഫലം അവർക്ക് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. നിത്യരാജ്യം അവർക്ക് ഒരുക്കി വെച്ചിട്ടാണ് ദൈവം അവരെ കൊണ്ടുവന്നത്, ഈ ഭൂമിയിലാക്കിയത്. അതുകൊണ്ടാണ് നിങ്ങൾ പുതിയ നിയമം വായിക്കുന്ന സമയത്ത് 21-ാം അധ്യായത്തിൽ 12 ഗോപുരങ്ങളുടെ മുകളിലും 12 ഗോത്രപിതാക്കന്മാരുടെ പേരെഴുതിയിരിക്കുന്നു. അവർക്ക് 12 അടിസ്ഥാനമിട്ടിരിക്കുന്നത് 12 യഹൂദ അപ്പോസ്തലന്മാരുടെ പേരാണ്. 12 പേര് യഹൂദന്മാരാ. അപ്പോൾ ദൈവം ഓൾറെഡി അത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു വെച്ചിരിക്കുന്ന അവകാശമാണ്. ഓൾറെഡി അത് യഹൂദന്മാർക്ക് കൊടുത്തു വെച്ചിരിക്കുന്ന അവകാശമാണ്. ഈ അവകാശത്തിൽ കിടക്കുന്ന അവരുടെ കൂടെയാണ് നിങ്ങൾക്ക് അവകാശം തരാൻ ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളോട് പറയുകയാണ്, മകനേ, അനുസരണക്കേടിന്റെ കീഴിൽ ഈ ലോകത്തിൽ ആദത്തിന്റെയും ഹവ്വയുടെയും മക്കളായി അവശേഷിക്കുന്നവരായിരിക്കുന്ന ഈ ലോകത്തിലെ സകലമായ ജനങ്ങളെ, അനുസരണക്കേടിന്റെ കീഴിൽ, പാപത്തിന്റെ കീഴിൽ, പിശാചിന്റെ അനുസരണത്തിൽ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് സുവർണാവസരം ഒരുക്കിയിരിക്കുന്നു. സത്യത്തെ കൈക്കൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ആ സത്യത്തെ അന്വേഷിക്കുകയും ചെയ്ത് അതിനെ മുറുകെ പിടിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യനെ നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ ദൈവം തിരക്കുകയാ കൂട്ടത്തില്. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന, അങ്ങനെ ദൈവത്തെ അന്വേഷിക്കാൻ അവസരം കിട്ടുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമേ ഈ സകലമായ മാനവരാശിയിൽ നിന്നും യഹൂദ മക്കളുടെ കൂടെ കയറി ചെല്ലാൻ അവസരമുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഇല്ല.
കാരണം ഇത് വളരെ ഇപ്പം നിങ്ങളൊരു ഏരിയ 51 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഏരിയ അറിയാം അമേരിക്കയിൽ. ആ ഏരിയ 51 എല്ലാവർക്കും ജോലി കിട്ടുമോ? ബുദ്ധിമുണ്ടെന്ന് പറഞ്ഞിട്ട് കിട്ടുമോ പ്രിയ സഹോദരങ്ങളെ? ഈ ലോകത്ത് എത്രയോ സയന്റിസ്റ്റുകളുണ്ട്, നമ്മുടെ ഇന്ത്യക്കകത്ത് എത്രയോ ബുദ്ധിമാന്മാരുണ്ട്, എത്രയോ പഠനശാലികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഏരിയ 51 ഓടിച്ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിയാണേ, എനിക്ക് ഭയങ്കര കഴിവാണേ, എനിക്ക് എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞിട്ട് പോയാൽ അവന്മാർ പിടിച്ച് ജോലിക്ക് കയറ്റുമോ? നിങ്ങളെ പിടിച്ച് ആ സ്ഥലത്തോട്ടകത്ത് കയറ്റുമോ നിങ്ങളെ? മൊസാദിനെ തന്നെ ഇവിടെ മൊസാദിൽ ജോലി ചെയ്യാനായിട്ട് ഇസ്രായേലില് ഒത്തിരി ബുദ്ധിമാന്മാരുണ്ട്, ലോകത്ത് അതിനേക്കാളും ബുദ്ധിമാന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാ പിന്നെ മൊസാദിന്റെ പണിക്ക് ഇവിടെ എല്ലാവരും ബുദ്ധിമാന്മാരെല്ലാം വന്നോളൂ എന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് കയറ്റുമോ? അപ്പോൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട്, അത്രത്തോളം അതിന് യോജിച്ചവരെ, അനുയോജിച്ചവരെ, അതിന് ആപ്റ്റായവരെ തിരഞ്ഞെടുക്കുകയാണ് ഏതൊരു സംരംഭമാണെങ്കിലും. അത് ലോകത്തൊരു ഏതൊരു കമ്പനി തുടങ്ങിയാലും അവരതിനെ ആപ്റ്റായവരെ മാത്രം സെലക്ട് ചെയ്തേ കയറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാതെ ഒന്നും കയറ്റത്തില്ല. എല്ലാവർക്കും ഓടിച്ചെല്ലാനുള്ള സ്ഥലങ്ങളൊന്നും അല്ല ഈ ലോകത്ത് കാണുന്നതൊന്നും പോലും. അങ്ങനെ ഈ കേവലം ഈ ലോകം പോലും ഇപ്രകാരം അവർക്ക് ആപ്റ്റായവരെ, അവർക്ക് തക്കതായ ആൾക്കാരെ അവർ സെലക്ട് ആക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മാത്രം കണ്ട അണ്ടനെയും അടകോടനെയും എന്ത് തോന്നിവാസം കാണിക്കുന്നവനെയും കർത്താവേന്ന് വിളിച്ചാൽ മതി അങ്ങ് ഓടിക്കേറി വന്നോളൂ എന്ന് പറഞ്ഞ് കൈ നീട്ടി ഇരിക്കൂ എന്നാണോ നിങ്ങളൊക്കെ വിചാരം? മൂട മനുഷ്യരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഭൂമിയിലെ മനുഷ്യൻ പോലും തനിക്ക് നടത്തുന്ന സംരംഭത്തിൽ, താൻ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ഒരാളെ പ്രവേശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവൻ 10,000 വട്ടം ചിന്തിക്കും. അവൻ ഇതിന് അനുയോജ്യനാണോ, അതിന് കൊള്ളാവുന്നവനാണോ എന്നൊക്കെ നോക്കിയിട്ട് കണ്ടിട്ട് നോക്കിയാ അവനെ പിടിച്ചു കയറ്റുന്നത്. അപ്പോൾ സർവശക്തനായ ദൈവം, ഈ പ്രപഞ്ചത്തെ മുഴുവനെയും സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം തനിക്കെന്ന് പറഞ്ഞൊരു ജനത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ജനത്തിനൊരു തോറ കൊടുത്തിട്ടുണ്ട്, ആ ജനത്തിനൊരു ന്യായപ്രമാണം കൊടുത്തിട്ടുണ്ട്, ആ ജനത്തിന് പ്രത്യേകാൽ അവരെ വഴി നടത്താൻ തക്കവണ്ണം ദൈവം അവരുടെ ഒപ്പമുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ലോകത്തിൽ എവിടെയോ കിടന്ന് ദൈവവുമില്ല, ഒന്നുമില്ല, വല്ല പാച്ചറും പഠിപ്പിച്ച, വല്ല പുരോഹിതനും പഠിപ്പിച്ച, വല്ല ഉപദേശിമാരും പഠിപ്പിച്ച, വല്ല ഇടത്തും എന്തൊക്കെയോ ആരൊക്കെയോ പഠിപ്പിച്ച കാര്യവും കേട്ട് ഇങ്ങനെ വന്നവനെയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വാ അതാ പിടിച്ച് കയറ്റിക്കോളാം, ഇവിടെ പിടിച്ച് കയറ്റിക്കോളാം എന്നുള്ള സ്വർഗത്തിൽ പിടിച്ച് കയറ്റു എന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? എന്നാ നിങ്ങളെപ്പോലെ മണ്ടന്മാർ ഈ ലോകത്ത് വേറെ ഇല്ലെന്നാ അതിനർത്ഥം. ആ നിത്യരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമാനായിരിക്കണം. ആ ബുദ്ധിയെ നിങ്ങൾക്ക് തരുന്നത് ആരാണ്? ദൈവവചന സത്യങ്ങളെ അറിയും തോറും നിങ്ങളുടെ ബുദ്ധി വർദ്ധിക്കും. ലോകത്തിലെ IAS ഓഫീസർ അവന്റെ പഠനത്തിന്റെ ഒരു എന്താ പറയുന്നത്, കൂടുതൽ അവൻ പഠിച്ച് അവൻ മറ്റുള്ളവർ പഠിക്കുന്നതിനേക്കാളും ഒത്തിരി ആഴത്തിൽ കയറി ഈ ലോകകാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവന് വിദ്യാഭ്യാസം കൂടുതലും, അവന് അറിവ് കൂടുതലും എന്ന് പറയുന്നത്. അവന്റെ പരീക്ഷ ഭയങ്കര ടഫുമാണ്, IAS ഓഫീസറിന്റെ ഒക്കെ പരീക്ഷയ്ക്ക്. എന്തുകൊണ്ടാ? അവൻ അതിൽ ഈ സാധാരണക്കാരൻ ഒരു MBA വിദ്യാർത്ഥി പഠിക്കുന്നത് പോലെയോ, ഒരു എഞ്ചിനീയർ വിദ്യാർത്ഥി പഠിക്കുന്നത് പോലെയോ, ഒരു ഡോക്ടർ പഠിക്കുന്നത് പോലെയോ, മറ്റു കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ അല്ല അവന്റെ പഠിത്തം. അവൻ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് പഠിക്കുന്നു, കുറച്ചുകൂടി അറിവുകൾ ലോകത്തിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായി പഠിക്കുന്നു. അതുപോലെ തന്നെയാണ് MBBS പഠിക്കുന്നവന്. എല്ലാവർക്കും പോയി ഡോക്ടറാകാം, എല്ലാവർക്കും നീറ്റ് പരീക്ഷയിൽ ജയിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവന്റെ പഠിത്തത്തിൽ അവൻ എന്തിനെക്കുറിച്ചാണോ അവൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അറിയാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ആഴത്തിലേക്ക് അവൻ ഇറങ്ങി പഠിച്ച് പരീക്ഷ എഴുതിയാൽ അവന് മാർക്കുള്ളൂ, എന്നാലേ അവന് ജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അവന് ബുദ്ധി വരുന്നത്, അവന് ലോകപരമായിട്ടുള്ള ബുദ്ധിയെ പറയുമ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ദൈവവചനത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി ദൈവരാജ്യത്തിന് ഒത്തവണ്ണം വളരണം. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി ദൈവരാജ്യത്തിന് ഒത്തവണ്ണം വളരണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കത്തക്കവണ്ണം നിങ്ങളുടെ ബുദ്ധി വികസിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദൈവരാജ്യ വചനങ്ങളെ കുറിച്ച് ആഴമായി പഠിക്കാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് തരികയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം ബുദ്ധിയും സത്യത്തെ തിരിച്ചറിയുവാനുള്ള
ആ ഗ്രാഹ്യമൊക്കെ കിട്ടിയത് എന്തുകൊണ്ടാ? നിങ്ങൾ മടുപ്പില്ലാതെ ദൈവവചനത്തെക്കുറിച്ച് കേൾക്കാൻ മനസ്സ് വെക്കുകയും അത് വന്ന് കേൾക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാ. ഇത്രയും വർഷമായിട്ടും ദൈവവചനം ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ മടുപ്പില്ലാതെ വന്ന് കേൾക്കുകയും അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് കേൾക്കണം, അതിനെക്കുറിച്ച് ജാഗരിക്കണം, അതിനെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് നിങ്ങൾ കടക്കാൻ ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കേൾക്കുന്നു, കൂടുതൽ പഠിക്കുന്നു, കൂടുതൽ അറിവുകൾ പ്രാപിക്കുന്നു. അങ്ങനെ നിങ്ങൾ അറിയും തോറും നിങ്ങളുടെ ബുദ്ധി വികസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി വളരുമ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് കൂടുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ നോക്കുന്നു. അങ്ങനെ ഒരു ബുദ്ധിമാനെ കിട്ടിക്കഴിഞ്ഞാൽ ദൈവം ക്യാ ചെയ്യും, ബാ നീ കൊള്ളാം. ലോകത്തിന്റെ സംരംഭങ്ങളിലേക്ക് മനുഷ്യൻ ആളെ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുന്നു? അവന്റെ എന്താ പറയുന്നത്, ആ സംരംഭത്തിലേക്ക് പറ്റുന്നവനാണോ ആപ്റ്റായവനാണോ നോക്കിയിട്ട് എടുക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം തന്റെ രാജ്യത്തിന് ലോകത്തിലെ മനുഷ്യർക്ക് ഓഫർ കൊടുത്തിരിക്കുക. ബാ, എന്റെ രാജ്യത്തില് അവസരമുണ്ട്, എന്റെ രാജ്യത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ നിനക്കും ഞാൻ അവസരം തന്നിരിക്കുകയാണ്, നിനക്ക് കടന്നു വരാം. പക്ഷേ ബുദ്ധിയുള്ളവനായി കടന്നു വാ. കാട്ടൊലിവായ നീ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർക്കപ്പെടാനാണെങ്കിൽ നീ കയറി വാ. നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർക്കപ്പെടാനാണെങ്കിൽ മാത്രം. അല്ലാതെ കാട്ടൊലിവായ നിൽക്കുന്ന നീ നാട്ടൊലിവിനോട് ഒട്ടത്തുമില്ല, എന്നാൽ എനിക്ക് നാട്ടൊലിവാകുകയും ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കത്തില്ല. കാട്ടൊലിവിനെ രൂപാന്തരപ്പെടുത്തി നാട്ടൊലിവാക്കാനൊന്നും കർത്താവ് ശ്രമമൊന്നും നടത്തത്തില്ല. മനസ്സിലായോ? കാട്ടൊലിവിനെ ഇങ്ങനെ മാജിക്ക് ഇങ്ങനെ കണ്ടിട്ടില്ലേ, കസേരയിൽ ഇങ്ങനെ ഇരുത്തും, എന്നിട്ട് ഇങ്ങനെ തുണി മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും ആ കസേരയിൽ ഇരിക്കുന്നത് പിന്നെ പട്ടിയാകും, അല്ലെങ്കിൽ പൂച്ചയാകും. മാജിക്ക് ഇങ്ങനെയൊന്നും കർത്താവ് മാജിക്കിലൂടെ നീ കാട്ടൊലിവായിരിക്കുന്ന നിന്നെ ഇങ്ങനെ മാജിക്ക് ചെയ്ത് മാറ്റി, ദാ നാട്ടൊലിവായിട്ടുണ്ട്, പിടിച്ചോ നാട്ടൊലിവേ, നീ പ്രത്യേക ഒരു തരം നാട്ടൊലിവ് എന്ന് പറഞ്ഞ് കർത്താവാക്കാൻ പോണില്ല. ബഡ് ചെയ്ത് വെക്കും. കാട്ടൊലിവായ നീ നാട്ടൊലിവിനോട് ദൈവം ബഡ് ചെയ്തങ്ങ് വെക്കും. മനസ്സിലായോ? ഇങ്ങനെ ബഡ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും കാട്ടൊലിവേ നീ നാട്ടൊലിവിൽ നിന്നും വെള്ളം വലിക്കണം. നിന്നെ ബഡ് ചെയ്ത് ഒട്ടിച്ചു വെച്ചിരിക്കുക. ഈ ബഡ് ചെയ്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന നീ നാട്ടൊലിവായി മാറണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടൊലിവിന്റെ ഫലങ്ങൾ നിന്നിൽ പുറപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ കൊമ്പ് കാട്ടൊലിവ് തന്നെയായിരിക്കാം. ആ കൊമ്പായിരിക്കുന്ന നിന്റെ നാട്ടൊലിവിനോട് ഒട്ടിച്ചാ വെക്കുന്നത്. അത് ഒട്ടിച്ചു വെക്കുമ്പോൾ നീ കുറേശ്ശെ വചനം കേട്ട് തോറയെ കുറിച്ച് കേട്ട് ന്യായപ്രമാണത്തെ കുറിച്ച് മനസ്സിലാക്കി ദൈവവചനത്തെ കുറിച്ച് മനസ്സിലാക്കി യഹൂദന്മാരെ കുറിച്ച് പഠിച്ച് നാട്ടൊലിവാരാണ് യഹൂദൻ. കാട്ടൊലിവായ നിന്നെ നാട്ടൊലിവിനോട് ഒട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനമുള്ള യഹൂദനോടൊപ്പം ദൈവവചനമുള്ള യഹൂദന്റെ വചനത്തിനോട് ദൈവം ഒട്ടിക്കുകയാണ് നിന്നെ ചെയ്യുന്നത്. അപ്പോൾ നീ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന നീ കുറേശ്ശെ തോറയെ കുറിച്ച് പഠിക്കുന്നു, കുറേശ്ശെ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നു. ഇങ്ങനെ നീ തോറയെക്കുറിച്ച് പഠിച്ച് ദൈവത്തെക്കുറിച്ച് പഠിച്ച് ന്യായപ്രമാണത്തെക്കുറിച്ച് പഠിച്ച് മശികയെക്കുറിച്ച് പഠിച്ച് യഹൂദനെ മനസ്സിലാക്കി. യഹൂദനെ ദൈവം വിളിച്ചത് എന്തിനാണ്? യഹൂദനെ നാട്ടൊലിവാക്കി വെച്ചതിന്റെ പ്രത്യേകത എന്താണ്? ആ നാട്ടൊലിവായിരിക്കുന്ന യഹൂദൻ എങ്ങനെയാണ് ഫലം കായ്ക്കേണ്ടത്? ആ നാട്ടൊലിവായിരിക്കുന്ന യഹൂദൻ എങ്ങനെയാണ് പുഷ്ടിയുള്ളവനായിരിക്കേണ്ടത്? എല്ലാ കാലത്തും അവന്റെ ഇലകൾ വാടാതെ പച്ചയായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് നിങ്ങൾ സങ്കീർത്തനം 1-ാം അധ്യായം അതിന്റെ ഒരു വാക്യം ഞാൻ വായിച്ചിട്ടെ. ബശലി തോതാബ സങ്കീർത്തനം 1-ാം അധ്യായം അങ്ങനെ പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അദോനായുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്
രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തൽക്കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇത് എന്തിനോടാണ് ഉപമിക്കുന്നത്? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. ഒലിവിനോടാണ് ദൈവം ഉപമിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒലിവിന്റെ ഇല ഒരിക്കലും വാടിപ്പോകത്തില്ല. ഒലിവിന്റെ ഇല നിങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പച്ചപ്പ് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇസ്രായേലിന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. വിന്റർ വരുന്ന സമയത്ത്, വിന്റർ എന്ന് വെച്ചാൽ തണുപ്പ് കാലത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് ഇലകൾ കൊഴിഞ്ഞു പോകും. എല്ലാ വൃക്ഷങ്ങളുടെയും മരങ്ങളുടെയൊക്കെ ഇലകൾ കൊഴിഞ്ഞു പോകും. പക്ഷെ ഒലിവ് വൃക്ഷത്തിന്റെ ഇലകൾ മാത്രം കൊഴിഞ്ഞു പോകത്തില്ല. അതിന്റെ പച്ചപ്പ് മാത്രം ഒരിക്കലും വാടിപ്പോകത്തില്ല. എന്നും പച്ചയായി നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ഒലിവ് വൃക്ഷം എന്ന് പറയുന്നത്. അതിനെയാണ് ദൈവം ഇസ്രായേൽ മക്കളോട് ഉപമിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ ദൈവം അതിനോട് ഉപമിച്ചിരിക്കുന്നത്? ഈ ഒലിവ് വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? കാട്ടൊലിവിനെ, നാട്ടൊലിവ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ നാട്ടൊലിവായി ഉപമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? കാരണം കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫല കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. മനസ്സിലായോ? അപ്പോൾ അവൻ ഇലവാടാത്ത വൃക്ഷമായി അവൻ നിലകൊള്ളുന്നതിന്റെ പിന്നിലെ കാരണം അവൻ രാപ്പകൽ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവനാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയ്ക്ക് എല്ലാ ആഴ്ചകളും ശബാത്തുകളിലും തോറ വായനയുണ്ട്. അവർ ഈ തോറ റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ന്യായപ്രമാണം എല്ലായ്പ്പോഴും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത അതാണ്. അവർക്കൊരു ന്യായപ്രമാണമുണ്ട്, അവർക്കൊരു തോറയുണ്ട്, അവർക്കൊരു ദൈവവചനമുണ്ട്. അതിനെ അവർ രാവും പകലും ധ്യാനിക്കുന്നു. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് അവർ ഉപയോഗിക്കുന്നത് പോലും അതിനെയാണ്. അതുകൊണ്ട് അവർ പച്ചപ്പുള്ളവരായിരിക്കുന്നു എല്ലാ കാലത്തും. അവരെല്ലാ കാലത്തും പച്ചപ്പുള്ളവരായിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ലോകത്തിൽ നിന്നും ദൈവം നിന്നെ മാടി വിളിക്കുകയാണ്. സഹോദരാ, സഹോദരി, മകളെ, മകനെ, നീ വാ, ഇസ്രായേലിന് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് നിനക്കും ഞാൻ പങ്കുതരാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കാട്ടൊലിവായിരിക്കുന്ന നീ നാട്ടൊലിവിനോട് ബഡ്ഡി ചെയ്യും ദൈവം. അപ്പോൾ ആ ബഡ്ഡി ചെയ്തിരിക്കുന്ന നീ കുറേശ്ശെ അതുമായി ലയിക്കണമെങ്കിൽ, അതുമായി ഒന്നാകണമെങ്കിൽ, ഇസ്രായേലിന്റെ ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നതെന്ന് നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമാണ് എന്റെ ദൈവമെന്ന് നിനക്ക് ധൈര്യത്തോടെ പറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? നീ അതിനോട് ബഡ്ഡി ചെയ്ത് വെച്ചതിനോട് ചേർന്ന് പോകണം. ബഡ്ഡി ചെയ്തതാണെന്ന് പിന്നീട് തോന്നാൻ പാടില്ല. നിന്നെ കണ്ടാൽ ഇത് ബഡ്ഡി ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണെന്ന് തോന്നാൻ പാടില്ല. നിന്നിൽ നിന്നും പുറപ്പെടേണ്ട ഫലങ്ങൾ പിന്നീട് നാട്ടൊലിവിൻ്റെതായിരിക്കണം. ആ കൊമ്പ് കാട്ടൊലിവാണെങ്കിൽ പോലും അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ദൈവവചനത്തെ ഗ്രഹിക്കും തോറും പഠിക്കും തോറും നിനക്ക് കൂടുതൽ ആഴമേറി എന്താണ് ഇസ്രായേൽ, ആരാണ് യഹൂദൻ, എന്താണ് യഹൂദൻ, ആരാണ് യഹൂദൻ, യഹൂദന്റെ രാജാവ് ആരാണ്, യഹൂദന്റെ ദൈവം ആരാണ്, യഹൂദന്റെ രാജാവാണെന്ന് അറിയപ്പെടാൻ ദൈവം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്, യഹൂദന്മാരുടെ രാജാവായി ദൈവം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്തിനാണ്, ആദത്തോട് ദൈവം എന്തിനാണ് ഏദൻ തോട്ടത്തിൽ ദൈവം ആദത്തെ ആക്കി വെച്ചത്, ആദത്തെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനാണ്, ദൈവം ഇസ്രായേൽ മക്കൾക്ക് തിരഞ്ഞെടുത്തത് എന്തിനാണ്, അങ്ങനെ 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 നിങ്ങൾക്ക് കൂടുതൽ ആഴമേറിയ അറിവുകൾ കിട്ടുന്നോറും നിങ്ങൾ എന്ത് ചെയ്യും, അതിനോട് അങ്ങ് ചേരും. ആത്മാവിൽ നിങ്ങളെ ദൈവം ഒന്നിപ്പിക്കും. അപ്പോൾ ആത്മാവ് കൊണ്ട് നിങ്ങൾ ഇസ്രായേലിനോട് പറ്റിച്ചേരും. ആത്മാവ് കൊണ്ട് നിങ്ങൾ ഇസ്രായേലിന്റെ ജനമായി നിങ്ങൾ മാറും. അങ്ങനെ നിങ്ങൾ ആത്മാവിൽ ഇസ്രായേൽ ജനത്തോട് ഒന്നിക്കുമ്പോൾ, ആത്മാവിൽ ഇസ്രായേൽ കരഞ്ഞാൽ നിങ്ങൾക്ക് കരച്ചിൽ വരും, ഇസ്രായേൽ ദുഃഖിച്ചാൽ നിങ്ങൾക്ക് ദുഃഖം വരും, ഇസ്രായേൽ സന്തോഷിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം വരും, ഇസ്രായേൽ ആനന്ദിച്ചാൽ നിങ്ങൾ ആനന്ദിക്കും, ഇസ്രായേൽ പാട്ടുപാടിയാൽ നിങ്ങൾ പാട്ടുപാടും.
അങ്ങനെ നിങ്ങൾ ആത്മാവിൽ ഇസ്രായേലുമായി ഒന്നായി കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്രായേൽ ജനത്തിനോടൊപ്പമാണ്. പിന്നെ അതാണ് നിങ്ങളുടെ ജനം. ആ ജനത്തിനോടൊപ്പമാണ് നിങ്ങളുടെ ആത്മാവ് പിന്നീട് സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് ആ ജനത്തിന് ജഡത്തിലൊരു മുറിവേറ്റാലും നിങ്ങളുടെ ആത്മാവ് കരയും. കാരണം എന്തുകൊണ്ടാ? നിങ്ങൾ ജഡത്തിലാണെങ്കിലും നിങ്ങളുടെ ആത്മാവ് ആരുടേതാണ്? ഇസ്രായേലിനോട് പറ്റിയിരിക്കുന്നതാണ് നിങ്ങളുടെ ആത്മാവ്. ഇപ്പൊ പിടികിട്ടിയോ വ്യത്യാസം? എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ആനന്ദം ഉണ്ടാകുന്നത്, ചിലർക്ക് സന്തോഷം ഉണ്ടാകുന്നത്? അതിനോട് പറ്റിയിരിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചത് കൊണ്ടാ. അപ്പോൾ അങ്ങനെയുള്ളവരെ പോലും തെറ്റിക്കാൻ പിശാച് പദ്ധതി തയ്യാറാക്കിയിടും. പ്രിയ സഹോദരങ്ങളെ, എത്രയെല്ലാം നിങ്ങൾക്ക് ഇസ്രായേൽ എന്ന് കേട്ടുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആത്മാവ് കരയുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, ആനന്ദിക്കുന്നുണ്ട്. എല്ലാം ചെയ്യുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പിശാച് നിങ്ങൾക്ക് വട്ടം വെച്ചുകൊണ്ടേയിരിക്കുക. അവന് നിങ്ങളെ വേണം. മനസ്സിലായോ? അവൻ നിങ്ങളെ കൊണ്ടുപോയാൽ ദൈവരാജ്യത്തിൽ ദൈവം ആക്കി വെച്ച, ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ചേർത്ത് വെച്ച ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ആക്കി വെച്ചവരാണ് നിങ്ങൾ. എന്റെ പൊന്നു സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ നാട്ടൊലിവാക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ദൈവം ഈ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രഷ്യസ് ആണെന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഓരോരുത്തർ പറയുന്നല്ലേ, ഞാൻ ജോലി എടുക്കുന്നതുണ്ടല്ലോ അമേരിക്കൻ കമ്പനിയില എന്ന് പറയുമ്പോൾ അവന് അഭിമാനമല്ലേ? കാരണം അവൻ മാത്രം അത്രയും പേരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട്. ഞാൻ ജോലി എടുക്കുന്നത് അംബാനിയുടെ സെക്രട്ടറി ആയിട്ടാണ്, പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് എൻ്റെ ജോലി. എന്നെ അതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിശയം തോന്നാറില്ലേ? അംബാനിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോ എന്ന് പറഞ്ഞൊരുത്തനെ കണ്ട്. കാരണം അവനെ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഇത്രയും പേരുണ്ടായിട്ട് അവന് തിരഞ്ഞെടുത്തു. സ്പെഷ്യൽ. മോദിയുടെ SPG എന്തുവാ സെക്യൂരിറ്റി ഇല്ലാത്ത നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുത്തനുണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും അവന് തിരഞ്ഞെടുപ്പ്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിന്, ആ ഒരു പദവിയുടെ വലിപ്പം കാണുമ്പോഴാണ് നിങ്ങൾക്ക് ആ തിരഞ്ഞെടുപ്പിന്റെ മഹത്വം തിരിച്ചറിയുന്നത്, അല്ലേ? അതായത് നിങ്ങൾ ഈ ലോകത്തിൽ ഒരു പദവിയുടെ വലിപ്പം കാണുമ്പോഴാണ് നിങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ ഇതും കൂടി നിങ്ങൾക്ക് വാവെന്ന് തോന്നിക്കുന്ന, കണ്ണ് തള്ളുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിശയം തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നിക്കുന്നത്. അതല്ലേ സത്യം? ആ പദവിയുടെ ആ മഹത്വം കാണുമ്പോൾ, ആ പദവിയുടെ വലിപ്പം കാണുമ്പോൾ. അല്ലെങ്കിൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. ലോകത്തിൽ കോടാനുകോടികൾ ഒരാളെ സെലക്ട് ചെയ്യുന്ന ഒരു സെലക്ഷനാണത്. ആ സെലക്ഷനിൽ നീ സെലക്ട് ആയോ? അയ്യോ, കൊള്ളാം, അതിശയം തോന്നുന്നത്, അല്ലേ? അപ്പോൾ ഈ ലോകത്ത് കോടാനുകോടി പേരുണ്ടായിട്ടും ദൈവം ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തോട് ചേർത്ത് വെച്ച് നിത്യരാജ്യത്തിന് അവകാശം തരാൻ നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അതിനോട് ഇത് വേണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയ സഹോദരങ്ങളെ. നിങ്ങളെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആ ഒരു അറിവ്, ആ ഒരു ബോധ്യം, നിങ്ങൾ എത്ര പ്രഷ്യസ് ആണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയും. അപ്പോൾ നിങ്ങളെ പിശാച് ട്രാപ്പ് ചെയ്യാതിരിക്കുമോ? ചെയ്യുമോ? അപ്പോൾ അവൻ അസൂയ തോന്നുമോ? തോന്നാതിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് ട്രാപ്പ് പിശാച് ചെയ്യാതിരിക്കുമോ? ചെയ്യുമോ? അപ്പോൾ നിങ്ങളെ കൊള്ള ചെയ്യാതിരിക്കുമോ? ചെയ്യുമോ? നിങ്ങളോട് അസൂയ തോന്നാതിരിക്കുമോ? തോന്നുമോ? തോന്നും. പിശാചിന് വളരെ തന്ത്രപരമായിട്ട് നിങ്ങളെ ചൂഷണം ചെയ്യാൻ തോന്നും. നിങ്ങളിൽ അസൂയ മൂത്ത് നടക്കുന്നവനവൻ. അങ്ങനെ ഇപ്പൊ നീ സൂഹിക്കണ്ട. ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന സന്തോഷം, ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആനന്ദം, ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അതിനൊരു യോഗ്യതയുമില്ലാത്ത നീ എന്തിനത് അനുഭവിക്കാൻ പോകുന്നത്? അങ്ങനെ ഇപ്പൊ നീ അനുഭവിക്കണ്ട. അവനെപ്പോലൊരു അസൂയക്കാരൻ ഈ ലോകത്ത് വേറെയില്ല.
അവനെപ്പോലൊരു അസൂയക്കാരൻ ഈ ലോകത്ത് വേറെയില്ല. അപ്പോൾ നിങ്ങളുടെ മേൽ അസൂയ പൂണ്ട് കറങ്ങി നടക്കുകയാ. എങ്ങനെയെങ്കിലും നിങ്ങളുടെ നന്മയെ മുടക്കണം. അപ്പോൾ പിശാച് നിങ്ങളുടെ നന്മയെ തടുത്ത് കളയുവാൻ, നിങ്ങളുടെ നന്മയെ മുടക്കിക്കളയുവാൻ, നിങ്ങളെ നിത്യരാജ്യത്തിന് അവകാശിയാക്കാതിരിപ്പാൻ അവൻ അസൂയ പൂണ്ട് നടക്കുകയാണ്. അവന് ഉണ്ടായിരുന്ന ആ പദവിയിലേക്കാണ് നിങ്ങളെ ദൈവം കൊണ്ടുപോകുന്നത്. അവനിരുന്ന സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ അഹങ്കാരം കാണും, അതിന്റെ അസൂയ കാണും, അതിന്റെ വാശി കാണും, എല്ലാം കാണും. അത് നിങ്ങൾക്ക് കിട്ടരുതെന്ന്. കാരണം അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ലെന്നുള്ളത് അവനറിയാം. എല്ലാ യോഗ്യത ഉണ്ടായിരുന്നിട്ടും എനിക്ക് പറിക്കപ്പെട്ട അവകാശം ഒരു യോഗ്യത ഇല്ലാത്ത ഇവൾ അനുഭവിക്കണോ എന്ന് ചിന്തിക്കാൻ അസൂയ പൂണ്ട് അവൻ കറങ്ങി നടക്കും. അത് തട്ടിപ്പറിക്കാൻ എന്തു തരികിട പരിപാടിയും പിശാച് ചെയ്യും. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കുക. അപ്പൊ പാമ്പിനെ പോലെ നിഷ്കളങ്കരായിരുന്നാൽ മാത്രം കാര്യമില്ല, പാമ്പിന്റെ ബുദ്ധിയും കൂടി വേണം. സാത്താന്റെ തന്ത്രത്തെ തിരിച്ചറിയണമെങ്കിൽ സാത്താന്റെ തന്ത്രത്തോടനുസരിച്ചുള്ള ബുദ്ധി വേണം നിങ്ങൾക്ക്. അതുകൊണ്ടാണ് പാമ്പിന്റെ ബുദ്ധി എന്ന് കർത്താവ് എടുത്തു പറഞ്ഞത്. പ്രാവിന്റെ നിഷ്കളങ്കത ഒരു ദൈവ പൈതലിന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് പ്രാവിന്റെ നിഷ്കളങ്കതയാണ്. ആർക്കും ദോഷം ചെയ്യാത്ത, ആരെയും ദ്രോഹിക്കാത്ത, മനസ്സുകൊണ്ട് ആർക്കും തിന്മ നിരൂപിക്കാത്ത ഒരു മനസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷേ ആ മനസ്സുണ്ടായിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കുക, നിങ്ങളെ ചതിക്കാൻ വരുന്ന ചതിയനായ പിശാചി ഏത് വഴിയിലൂടെ എങ്ങനെ കയറി വരുമെന്ന് തിരിച്ചറിയത്തക്കവണ്ണമുള്ള പാമ്പിന്റെ ബുദ്ധിയും ഉപയോഗിക്കുക. തന്ത്രമായിട്ട് ഈ പാമ്പിന്റെ ബുദ്ധി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവ്, നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളുടെ ഭർത്താവ്. പക്ഷെ നിങ്ങളുടെ ഭർത്താവിന് ദൈവത്തെ ഭയമാണ്, ദൈവസ്നേഹമാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെ തിരഞ്ഞെടുത്തതുപോലെ ദൈവം ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാകത്തില്ല. പിടികിട്ടിയോ? ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതുപോലെ നിങ്ങളുടെ ഭർത്താവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാകണമെന്നില്ല ദൈവം. അപ്പോൾ ദൈവം നിങ്ങളെ എങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നു? നിങ്ങളെ നിത്യരാജ്യത്തിന് വേണ്ടിയിട്ട്, നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കിയിട്ട് ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കിയിട്ട് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. അങ്ങനെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഭർത്താവ് ജസ്റ്റ് ശബത്ത് കൂടുന്നുണ്ടോന്ന് ചോദിച്ചാൽ കൂടുന്നുണ്ട്, ദൈവത്തെ വിളിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ വിളിക്കുന്നുണ്ട്, എല്ലാം ഒരു ചെയ്യുന്നുണ്ട്. എന്നാലും അത്ര അങ്ങ് സ്ട്രോങ് വിശ്വാസിയല്ല. ദൈവത്തെ നിങ്ങളെപ്പോലെ ആത്മാർത്ഥതയോടെ നിത്യരാജ്യത്തിന് വേണ്ടി ദാഹിച്ച് ഓടുന്ന ഓട്ടം നിങ്ങളുടെ ഭർത്താവിനില്ല. അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ ഭർത്താവ് നൈസായിട്ട് നിങ്ങളോട് പറയുക, ഭാര്യയായിരിക്കുന്ന സ്നേഹത്തിൽ, നിങ്ങൾ ഒരുമിച്ച് സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവ് പറയുകയാണ്, എടി നമുക്കേ ഒരു ടൂർ പോയിട്ട് വരാം. അപ്പം ഭാര്യ പറയുകയാണ്, ആണോ, അത് നമുക്ക് ടൂർ പോയിട്ട് വരാമല്ലോ, പക്ഷേ നമുക്കൊരു കുഴപ്പമുണ്ട്. അതെ, എനിക്ക് ഓഫീസിൽ നിന്ന് എനിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് എന്നാ, ടൂറിന് ഡേറ്റ് അവർ ബുക്ക് ചെയ്ത് തന്നിരിക്കുന്നത്, ഓഫീസ് ടിക്കറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വെള്ളിയാഴ്ച വൈകിട്ട് നമുക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ശനിയാഴ്ച രാവിലെ തന്നെ നമ്മൾ ഹോട്ടലിലെത്തും. നമുക്ക് ശനിയാഴ്ച രാവിലെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരിടത്തും പോകണ്ട, നമ്മൾ ഹോട്ടലിൽ ഇരുന്ന് തന്നെ പതുക്കെ ദൈവത്തെ അവിടുന്ന് നമുക്ക് ശബാത്തിന്റെ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളത് ചെയ്യാം. വെള്ളിയാഴ്ച വൈകിട്ടൊന്ന് പുറപ്പെടണമെന്നേ ഉള്ളൂ. പിന്നെ ഓരോ വീക്കെൻഡ് നമുക്ക് അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് എല്ലാ കാര്യങ്ങളും നോക്കി എടുത്ത് ഏതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പോയിട്ട് വരാം എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് പറയുന്നത്. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹനിധിയായ ഭർത്താവാണ്, നിങ്ങൾക്ക് നന്മയെ ചെയ്യത്തുള്ളൂ, ഒക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക. അപ്പം നിങ്ങൾ സ്നേഹത്തിലാണല്ലോ നിങ്ങളും ഇരിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവാണ്, സ്നേഹനിധിയായ ഭർത്താവ് ഒക്കെ ആകുമ്പോഴത്തേക്കും ശബത്ത് എന്നെ പോലെ അതിനെ കൂടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലായിട്ട്
ആ ഭർത്താവെന്നുള്ള സ്നേഹത്തിനകത്തും മതിമറങ്ങി ആ പറയുന്ന വാക്കിനെ ചിലപ്പം ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ആരും ഉണ്ടാകണമെന്നില്ല. ആ വ്യക്തി പറഞ്ഞു തരുന്ന ബുദ്ധിയെ അതുപോലെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം നിങ്ങളുടെ ഭർത്താവും ശബത്ത് കൂടുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? അപ്പോൾ ആ ശബത്ത് കൂടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കുന്ന സമയത്താണ് നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചോദിക്കാനോ എടുക്കാനോ ഒരു തീരുമാനം ഇല്ലായ്മത്തേക്കും ചില വെള്ളിയാഴ്ച വൈകിട്ട് ട്രാവൽ ചെയ്തെങ്കിൽ നമ്മളൊന്നിനും പോകുന്നില്ലല്ലോ, രാവിലെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ശനിയാഴ്ച ശബത്ത് കൂടാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? നൈസായിട്ട് ആ ട്രാപ്പിൽ വീഴും. ഇങ്ങനെയാണ് പിശാച് ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലൂടെ വരും. അപ്പോൾ പ്രാവിന്റെ ബുദ്ധി അവിടെ ഇല്ലാത്തത് കൊണ്ട് പാമ്പിന്റെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് പ്രാവിന്റെ നിഷ്കളങ്കതയിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ അക്സെപ്റ്റ് ചെയ്യും, വരവേൽക്കും. നിങ്ങൾ അതിലങ്ങ് വിശ്വസിച്ച് നിങ്ങൾ അതിനെ സമ്മതിച്ചങ്ങ് കൊടുക്കും. മനസ്സിലായോ? അങ്ങനെയാണ് പലരും ട്രാപ്പിൽ വീഴുന്നത്. ഇത് വേറൊരു വ്യക്തിയിലൂടെ ആയിരിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ അമ്മയായിരിക്കാം, നിങ്ങളുടെ അപ്പനായിരിക്കാം, നിങ്ങളുടെ സഹോദരനായിരിക്കാം, നിങ്ങളുടെ സഹോദരിയായിരിക്കാം, നിങ്ങളുടെ ഭാര്യയായിരിക്കാം, നിങ്ങളുടെ മക്കളായിരിക്കാം. ആര് തന്നെയാണെങ്കിലും അവരുടെ വാക്കുകളിൽ നിങ്ങൾ വീണു പോകും. അപ്പോൾ ആ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് ദൈവാത്മാവിൽ സംസാരിക്കുന്നതാണോ? അവർ പറയുന്ന കാര്യങ്ങളിൽ ദൈവാത്മാവിന്റെ ഏതെങ്കിലും ഒരു അംശബന്ധമുണ്ടോ? ചിന്തിക്ക്. നിങ്ങളുടെ ആത്മാവിനെ തകർക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ചിന്തിക്ക്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ആത്മാവിന് നാശം വരുത്തുന്നുണ്ട്. അവർ സംസാരിക്കുമ്പോഴേ നിങ്ങൾക്ക് പിടികിട്ടും. ബുദ്ധിയുള്ളവരാണെങ്കിൽ പിടികിട്ടും. അയ്യോ, ഇത് ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങളല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കത്തില്ല, ദൈവാത്മാവ് ഇങ്ങനെ പറയത്തില്ല എന്നൊരു ബോധം നിങ്ങളിൽ തന്നെ ഉണ്ടാകും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ളവരാക്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, പാമ്പിന്റെ ബുദ്ധി അവിടെ ഉപയോഗിക്കുക തന്ത്രപരമായിട്ട്. ആ തന്ത്രത്തിൽ അതാ പറഞ്ഞത്, ആ പാമ്പിന്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ സാത്താൻ തന്റെ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സാത്താന്റെ ഒപ്പം നിന്ന് അവന് ബുദ്ധിപരമായി നൈസായിട്ട് അവൻ എന്ത് ചെയ്യണം? സ്കൂട്ട് ചെയ്ത് അങ്ങ് പറഞ്ഞു വിടണം. അവന്റെ ബുദ്ധി എന്ന് പറയുന്നത് അവൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതിനെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് പാമ്പ് ബുദ്ധി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളും തിരിച്ചെന്ത് ചെയ്യണം? അതേ ബുദ്ധിയിൽ നല്ലതെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ പതുക്കെ അവരെ എന്ത് ചെയ്യണം? ഒഴിവാക്കി അങ്ങ് വിട്ടേക്കണം. മനസ്സിലായോ? അപ്പോൾ തന്ത്രപരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ പ്രാണത്യാഗത്തോളം പോരാടേണ്ട സാഹചര്യം വന്നാലും നിങ്ങൾ പ്രാണത്യാഗത്തോളം പോരാടണമെന്ന് ദൈവവചനം പറയുന്നത്. കാരണം നിത്യരാജ്യമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം. അയ്യോ, മണ്ണെ പ്രതി മാണിക്യം കൈവിടിയില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ആരെയും കാണരുതെന്നേ. നമ്മുടെ പ്രിയനെ പോലെ, ഈ സുന്ദരനായ നമ്മുടെ പ്രിയനെ പോലെ ഈ ലോകത്തിൽ ആ പ്രിയന്റെ ഒപ്പം ജീവിക്കുന്നത് പോലെ, ആ പ്രിയന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ, ആ പ്രിയനൊപ്പം ചേർന്നിരിക്കുന്നത് പോലെ, ആ പ്രിയന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന സന്തോഷത്തിന് തുല്യമായി ഈ ലോകത്തിലെ ഒന്നിനെയും കാണാൻ പോകരുത്. ആ പ്രിയന്റെ സന്തോഷത്തെ കെടുത്തുന്ന, ആ പ്രിയനോടൊപ്പം ചേർന്നിരിക്കുന്ന ആനന്ദത്തെ തകർക്കുന്ന, ആ പ്രിയനോട് ചേർന്നിരിക്കുന്ന സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുന്ന ഗിഫ്റ്റിനെ, ആ ഒരു സമ്മാനത്തെ നമ്മളിൽ നിന്നും എടുത്തു കളയുന്ന ഒന്നിനെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? മൈൻഡ് ചെയ്യരുത്. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ മത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല എന്നാ ചോദിക്കുന്നത്. നമ്മുടെ അടുത്ത് ചാരന്മാരുണ്ടെന്നേ. എങ്ങനെയാ ചാരന്മാര് വരുന്നത്? നമ്മുടെ സ്വന്തക്കാരെയോ, നമ്മുടെ അപ്പനെയോ അമ്മയെയോ ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ
ഇവരെ ജഡത്തിൽ കാണുന്ന അവരല്ല നമ്മുടെ ശത്രുക്കൾ. അവർ ജഡത്തിൽ നമ്മുടെ അപ്പനാണ്, ജഡത്തിൽ നമ്മുടെ അമ്മയാണ്, ജഡത്തിൽ നമ്മുടെ സഹോദരനാണ്, ജഡത്തിൽ നമ്മുടെ മക്കളാണ്, ജഡത്തിൽ നമ്മുടെ സ്വന്തമാണ് അവർ. പക്ഷേ അവരെ പിശാച് ചാരന്മാരായി ഉപയോഗിക്കും. അവരിലൂടെയാണ് പിശാച് വരുന്നത്. അവരെ പിശാച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ചാരന്മാരായി. നമ്മുടെ എന്താ പറയുന്നത്, നിത്യരാജ്യത്തിന്റെ അവകാശത്തെ പാതുക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, അതായത് മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, സുന്ദരനാം മനോഹര അങ്ങേ പ്രതി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. അപ്പൊ പ്രാകൃതരാം, അവർ പ്രാകൃതന്മാരാണ്, മനുഷ്യരാണ്, സാധാരണക്കാരാണ്. പക്ഷെ അവരെ പിശാച് തിരഞ്ഞെടുക്കത്തുള്ളൂ ചാരന്മാരായിട്ട്. എന്ത് ചാരന്മാരായിട്ടാ? നമ്മുടെ നന്മയെ ചോർത്തുന്ന ചാരന്മാരായി, നമ്മുടെ നന്മയെ നശിപ്പിക്കുന്ന ചാരന്മാരായി, നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ചാരന്മാരായി അവരെന്ത് ചെയ്യും? തന്ത്രപരമായി വരും. അവരെ വരിക്കരുത്, അവരെ ഓർക്കരുത്. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം ജഡത്തിൽ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുമ്പോഴും നിങ്ങൾ അവരുടെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. മണ്ണെ പ്രതി മാണിക്യത്തെ കളയരുത്. അതിന്റെ വില നിങ്ങൾ ഇന്നല്ലെങ്കിലും 10 ദിവസം കഴിയെങ്കിലും മനസ്സിലാക്കും. മണ്ണെ പ്രതി നിങ്ങൾ മാണിക്യത്തെ കളയരുത് പ്രിയ സഹോദരങ്ങൾ. നിത്യരാജ്യം എന്ന് പറയുന്നത് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തരാൻ എത്രയോ ലോകത്തിൽ ആളുകൾ ഉണ്ടായിട്ടും നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ആ തിരഞ്ഞെടുപ്പിന്റെ ഭാഗ്യത്തെ മുറുകെ പിടിക്ക്, വിട്ടുകൊടുക്കാതെ. നിങ്ങളെല്ലാവരും ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരല്ലേ പ്രിയ സഹോദരങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പണിയെടുക്കുന്ന കമ്പനിയിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ പിരിച്ചുവിട്ടാൽ, ഒരു സുപ്രഭാതത്തിൽ ആ കമ്പനിയിൽ നിന്നും നിങ്ങളെ മാറ്റപ്പെട്ടാൽ നിങ്ങളുടെ ഹൃദയം തകരത്തില്ലേ, പൊടിയത്തില്ലേ? അയ്യോ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു, അയ്യോ ഞാനിങ്ങനെ എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും, അയ്യോ എനിക്ക് ഈ ജോലിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെല്ലാം ആദ്യം കൊണ്ടവരായിരിക്കും നിങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുജ ജേക്കബ് കണ്ടോ, തൻ്റെ മകളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് പോലും ഷബാത്തിന് ദൈവസന്നിധിയിൽ നിന്ന് ഷബാത്ത് കൂടാൻ സുവിചേച്ചിക്ക് ദൈവം കൃപ കൊടുത്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം പ്രിയ സഹോദരങ്ങളെ, മണ്ണെ പ്രതി സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ മണിക്കുട്ട. അപ്പം മനസ്സിലാക്കിക്കോ പ്രിയ സഹോദരങ്ങളെ, മണ്ണെ പ്രതി നമ്മുടെ മാണിക്യം കളഞ്ഞു കുടിക്കരുത്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജോലി വരുമ്പോൾ നമുക്ക് വിഷമമുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. നമ്മൾ നിസ്സാരം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ എന്താ പറയുക, നമ്മളെ സഹായിക്കുന്ന ആ ഒരു സഹായം നമ്മളെ വിട്ടു പോകുമ്പോഴേ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ നിത്യരാജ്യം നമ്മളെ കൈവിട്ടു പോകാൻ സമയത്ത് എത്രയധികം നമ്മള് 110 സങ്കീർത്തനം. അവശലി നിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവ് തന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്തു കളയും. നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്ന് അദോനായി സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല. നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ്, രണ്ടുപേരെ കുറിച്ചല്ല, ഒരാളെ കുറിച്ചാണ്. അത് യഹോശുവ മശീഹായെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദോനായി എന്ന് പറയുന്ന കർത്താവ് തന്നെയാണ്. അത് ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
ഇനിയുള്ള നാളുകളിൽ നമുക്ക് കൂടെ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച്, ഏകദൈവം എന്നുള്ള ആ ഒരു വചന സത്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഇനിയും ദൈവം അവസരം തരട്ടെ. കാരണം പുതിയ നമ്മുടെ സഹോദരങ്ങളുണ്ട്, അവർക്കിത് മനസ്സിലാകണം. പുതുതായിട്ട് വന്നവർക്ക് തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടാകണം. അപ്പോൾ ഒറ്റ ആളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദോനായി തൻ്റെ ജനത്തെ മകൻ തൻ്റെ ദൗത്യം, അദോനായി തൻ്റെ ദൗത്യം നിറവേറ്റുവാൻ യഹോശുവ ഹമശിഹയായി വന്നു. ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് തന്നെ ആ കാര്യം. അത് ഞാൻ വിശദമായി ഇനി ഒരു ദിവസം പറയാം. ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നും സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു വിഷയമായിട്ട് തന്നെ നിങ്ങളൊരു ദിവസം പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ ഒരു കാരണവശാലും ഈ ലോകത്തിൽ എന്തെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും അതിനെയൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയോ ദുഃഖിക്കുകയോ ഒന്നും ചെയ്യരുത്. നിത്യരാജ്യത്തെ മുറുകെ പിടിക്കുന്നവരായി നിങ്ങളുടെ ഓട്ടം പൂർത്തീകരിക്കുവാൻ ദൈവാത്മാവിൽ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. മരണം വരെ പ്രാണത്യാഗത്തോളം എങ്കിലും പോരാടി വേണം നിങ്ങൾ നിത്യരാജ്യത്തെ കൈവശപ്പെടുത്താൻ. കാരണം അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അത് നഷ്ടപ്പെട്ടു പോയതിന്റെ കണ്ണുനീര് നിങ്ങൾക്ക് ഒരിക്കലും അടക്കി തീർക്കാൻ പറ്റത്തില്ല. നിത്യതയോളം കിടന്ന് നിങ്ങൾ നരകിക്കേണ്ടി വരും. നിങ്ങൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ. അതുണ്ടാകാതിരിക്കട്ടെ. സ്വർഗരാജ്യത്തിൽ സന്തോഷത്തോടും ആനന്ദത്തോടും നൃത്തത്തോടും കൂടി നിങ്ങളുടെ മാനസാന്തരം ദൈവം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ദൈവം നിങ്ങളെ ഇരു കൈകളും നിങ്ങളെ ചേർത്ത് പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് ദുഃഖിക്കുകയോ ഭാരപ്പെടുകയോ ചെയ്യരുത്. കുറ്റബോധത്തിൽ ആണ്ടുപോകരുത്. പ്രിയ സഹോദരങ്ങളെ, ദയവ് ചെയ്ത് ഞാൻ പറയുക, നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയോ, ആ തെറ്റിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക. ആ തെറ്റിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. അതൊരിക്കലും ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷെ കുറ്റബോധം കൊണ്ട് നടക്കരുത്. ദൈവസന്നിധിയിൽ കുറ്റബോധം വന്നിട്ടുണ്ടെങ്കിൽ മുഴങ്കാലിലിരിക്കുക, പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഉപവാസത്തോടുകൂടി ദൈവസന്നിധിയിൽ ഇരുന്ന് സന്തോഷത്തോടുകൂടി ഹൃദയം നുറുങ്ങിയ മനസ്സിനെ ദൈവം സ്വീകരിക്കുന്നു. ഹൃദയം നുറുങ്ങിയിരിക്കുന്ന മനസ്സിനെ, അത് ഹൃദയത്തിൽ നിന്നും ഒന്ന് നുറുക്കമാണോ, ഉറപ്പായിട്ടും ദൈവം അത് സ്വീകരിക്കും, കൈവിട്ട് കളയത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് കുറ്റബോധം കൊണ്ടൊന്നും നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ദൈവം സ്നേഹമുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. നിങ്ങൾക്ക് കുറ്റബോധം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ദൈവത്തിന്റെ കരുണയാണെന്ന് മാത്രം കണ്ടാൽ മതി. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാൻ ദൈവം വീണ്ടും അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, നൃത്തത്തോടുകൂടി ആബയുടെ സന്നിധിയിൽ ചേർന്നിരിക്കുക. അതിനകത്ത് ഒരു മാറ്റവും നിങ്ങൾ വരുത്തരുത്. ഓരോ നാളും നിങ്ങൾക്കുള്ള അവസരമാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളാണ് മുന്നോട്ട് ഓടാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ ഓട്ടക്കളത്തിൽ ഓട്ടം പുതുക്കി ഓടിക്കൊണ്ടേയിരിക്കുക. കാരണം നിങ്ങളുടെ മനസ്സറിയുന്ന ദൈവത്തിനറിയാം നിങ്ങളെ. മനസ്സിലായോ? അതുകൊണ്ട് ആ ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ താഴ്മയോടെ ഇരുന്ന് ദൈവസന്നിധിയിൽ സന്തോഷത്തോടും ആനന്ദത്തോടും നൃത്തത്തോടും അവയെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും, നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിൽ അവിടെ കിടന്നങ്ങ് എന്ത് ചെയ്യരുത്, വിഷമിച്ച് കരഞ്ഞ് വിലപിച്ച് മാനസാന്തരപ്പെട്ടോ, ചാടി എഴുന്നേൽക്കുക, കുതിച്ചുണരുക, ഉണർന്ന് ജാഗരിക്കുക, പുതുക്കം പ്രാപിക്കുക, പുതുചിറകുകളെ വെച്ച് പറക്കാൻ തക്കവണ്ണമുള്ള പ്രാപ്തിയിൽ വരിക. അതിനകത്ത് മുഴുകിപ്പോയി വിഷമിച്ച് അതിനകത്ത് താഴ്ന്നുപോയി ഇരിക്കരുത്. എണീക്കുക, ഉണർന്ന് ജാഗരിക്കുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എന്നിട്ട് അടുത്ത ഓട്ടം ഓടണം. ഇനി ഞാൻ വീഴത്തില്ല, ഇനി ഞാൻ പറക്കും, ഇനി ഞാൻ ചിറകടിച്ച് ഉയരും, ഇനി ഞാൻ ആകാശത്തിന്റെ എല്ലാ കോണുകളിലും ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വിരിഞ്ഞ ചിറകുകളെ പരത്തി ഞാൻ പോകും. ശത്രുവിനെ ദൃഷ്ടിയോടുകൂടി ഞാൻ കണ്ടുപോകും. എവിടെ അവനുണ്ടെങ്കിലും അവന് ഞാൻ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടണം. അവനിനി അവസരം കൊടുക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുക. നിത്യരാജ്യം നിങ്ങൾക്കായി ദൈവം ഒരുക്കി വെച്ച ആ സന്തോഷത്തെ ആനന്ദിക്കുക.
തന്നിരിക്കുന്ന രക്ഷയെക്കുറിച്ച് പാട്ടുപാടുക സന്തോഷത്തോടു കൂടി. ഓക്കെ, അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുക. കർത്താവ് നിങ്ങൾക്ക് ഒരുക്കിയ രക്ഷയെ ഓർത്ത് ആനന്ദിക്കുക. അതിന് ദൈവം നിങ്ങൾ തന്ന അവസരമാണ് ഈ അവസരം. അതുകൊണ്ട് നിത്യരാജ്യത്തിനെ കാംക്ഷിച്ചു മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. അപ്പം വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ലഹിത്രോത്ത്.